Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ഞാൻ ശരിക്കും സത്യമായിട്ട് നേര് പറയാം, ഞാൻ മുഖവരെ ഒന്നും ഇടുന്നില്ല. ആദ്യമേ ഞാൻ എന്നതേലും ഒന്ന് പറഞ്ഞു തുടങ്ങി എല്ലാവരും പറയുമോ ഇത് പിന്നെയും കറങ്ങി തിരിഞ്ഞ് നോൺ വെജിറ്റേറിയനിൽ ചെയ്യാൻ പോവാന്ന്. പക്ഷെ അല്ല, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ശരിക്കും വെജിറ്റേറിയൻകാരെ പരിഗണിച്ചുകൊണ്ട് തന്നെ ഇച്ചിരി ദിവസം ഞാൻ വെജിറ്റേറിയൻ തന്നെ നോക്കാൻ പോയി. കാര്യം നമ്മൾ എപ്പോഴും ഒരു അവിയലോ തോരനോ അല്ലെങ്കിൽ സാമ്പാറോ അല്ലെങ്കിൽ ഒരു കൂട്ടുകറിയോ എന്നതേലും ഒരു പൊട്ടറ്റോ കറിയോ എന്നേലും കഴിക്കുമ്പോൾ നമുക്ക് എപ്പോഴും കഴിക്കുമ്പോൾ ഒരു മടുപ്പ് വരും. അപ്പം നമ്മൾ ആഗ്രഹിക്കും ഒന്നുമില്ല ഒരു ഹോട്ടലിൽ പോയാലും തിന്നാവല്ലോ എന്നൊക്കെ വിചാരിക്കുവേ. അന്നേരം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്നും നമുക്ക് ഹോട്ടലിൽ പോകാൻ നോക്കുക, അങ്ങനെയും പറ്റത്തില്ല, അങ്ങനെയും ചിന്തിക്കത്തില്ല ആരും. അപ്പോൾ അന്ന് നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു കറി ചെയ്യുകയും വേണം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് മസാല മഷ്റൂം കറി. ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനേ ഉള്ളൂ. മഷ്റൂമിന് വേവില്ല എന്ന് എല്ലാവരും പറയും, പക്ഷേ എന്നെ സംബന്ധിച്ച് അതിന് വേവ് ഉണ്ട് കേട്ടോ. വേവില്ല എന്നൊന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ബട്ടൺ മഷ്റൂംസ് മേടിക്കുവാണെങ്കിൽ കുക്കറിൽ അറ്റ്ലീസ്റ്റ് 1 വിസിലെങ്കിലും എടുക്കും. അത് ഈ പറഞ്ഞിട്ട് ഉടഞ്ഞിങ്ങനെ ചിന്നിച്ചെതറിയൊന്നും പോവുകയില്ല. പിന്നെ അന്നേരം സിമ്മിലിട്ടിട്ട് നമ്മൾ പാനിൽ തന്നെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം അതൊന്ന് വേവാനായിട്ട് വിട്ടു കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ആ മസാലാസ് ഒന്നും അതിൽ പെട്ടെന്ന് പിടിക്കുകയില്ല. പിന്നെ നമ്മൾ സ്റ്റഫ് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ പറാട്ടയ്ക്കകത്തൊക്കെ സ്റ്റഫ് ചെയ്യുവാണെങ്കിൽ അത്രയും വേവൊന്നും വേണ്ട. പക്ഷെ എന്നാലും ഏതൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതായത് പനീറായാലും ടോഫു ആയാലും മഷ്റൂം ആയാലും ഈവൻ ഏത് വെജിറ്റബിൾസ് ആയാലോ അല്ലെങ്കിൽ മീറ്റ് ആയാലോ ഫിഷ് ആയാലോ വാട്ട് എവർ ദ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്സ്, അതിനകത്ത് കംപ്ലീറ്റ് സ്പൈസസ് ചേർന്നില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ അതിൻ്റേതായിട്ടുള്ളൊരു രുചി വരികയില്ല. അതുകൊണ്ടാണ് പിന്നെ ഈ പറഞ്ഞോട്ട് മഷ്റൂം അധികം വേവാതെ മസാല ഒന്നും പിടിക്കാതിരുന്നാലും മഷ്റൂമിൻ്റെ ടേസ്റ്റ് മാത്രമേ വരത്തുള്ളൂ, ഒന്നും കയറുകയില്ല. ഇപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാക്കിയാണെന്നറിയത്തില്ലേ, അതാദ്യം എടുത്തു. ഫസ്റ്റ് വേണ്ടിയത് കുറച്ച് ജീരകം, പിന്നെ ഇതിന് വേണ്ടിയത് കുറച്ച് ചെറിയ ഉള്ളിയാ, ഇച്ചിരി ഇഞ്ചി, ഇച്ചിരി തേങ്ങ, ഒരു മുറി ഒന്നും വേണ്ട, ഒരു മുറിയുടെ പകുതി ആയാലും മതി. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി ഉലുവാപ്പൊടി, ഇതിന് വേണ്ടി ഇച്ചിരി പുളി അല്ലെങ്കിൽ ടൊമാറ്റോ ആയാലും മതി. മഷ്റൂം വേണം കുറച്ച്. ഇത് ഫ്രഷ് മഷ്റൂമാണ്, ഇല്ലെങ്കിൽ ബട്ടൺ മഷ്റൂം ക്യാറ്റീനിൽ കിട്ടും, അത് മേടിച്ചാൽ മതി. പിന്നെ വേണ്ടത് ഒരു ഇച്ചിരി ഉപ്പ്. ഇത് ചെയ്യേണ്ടത് വെളിച്ചെണ്ണയിലാണ്. ഇതിനകത്ത് ഇപ്പം ഒരുപാട് വലിയ കാര്യങ്ങളൊന്നുമില്ലല്ലോ, എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. അതിന് ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ എളുപ്പ വഴിയിലാണ് ഏറ്റവും നല്ലത് നമുക്കൊരു കറി വെക്കാൻ. ഒന്നെങ്കിൽ ആദ്യമേ ഇപ്പം എന്നാ മഷ്റൂമിന് നല്ല ആ ഇറച്ചിക്കറിയുടെയൊക്കെ ഒരു നിറം വരണം എന്നുണ്ടെങ്കിൽ ആദ്യമേ ഈ പൊടിയെല്ലാം ഒന്ന് മൂപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഒന്നുകൂടെ മൂപ്പിക്കുക. അത് ആ മൂപ്പിൽ കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ മാത്രം, ഇല്ലെന്നുണ്ടെങ്കിൽ പരുവം തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഒന്ന് എന്നാ പറയുക ഭയങ്കര മൂപ്പായി പോയിട്ട് അതിനൊരു വല്ലാത്തൊരു ടേസ്റ്റ് വരും. അങ്ങനെയല്ല, ഇപ്പം അതൊന്നെങ്കിൽ അങ്ങനെ ചെയ്യുക, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിയെല്ലാം വഴറ്റിയിട്ട്, ഇതിപ്പോൾ പൊടി മാത്രമല്ലേ, പൊടിക്ക് മൂക്കാനായിട്ട് എന്നാ നേരം വേണം, ഒരു ഇച്ചിരി നേരമല്ലേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് സ്പൈസസ് ആയിട്ട് അങ്ങനെ ഒന്നുമില്ല. പിന്നെ വേണ്ടിയവർക്ക് കുറച്ച് ഗരം മസാല ഇതിനകത്ത് ചേർക്കാം. ഓപ്ഷൻസ് പറഞ്ഞുതരാം. ഗരം മസാല ചേർക്കാം, പിന്നെ വെളുത്തുള്ളി ചേർക്കാം, പുളിക്ക് പകരം ടൊമാറ്റോ ചേർക്കാം, അല്ലെങ്കിൽ വിനീഗർ ചേർക്കാം. ഇതെല്ലാം ഓപ്ഷൻസ് ആണ്. അതല്ല ഇതൊക്കെ ഉള്ളൂ വീട്ടിലെന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. ഇതിപ്പോൾ മഷ്റൂം മസാല കറി ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ മഷ്റൂം എടുത്തത്. ഇതല്ല, കോളിഫ്ലവർ ചെയ്യണമെങ്കിൽ മഷ്റൂം എന്ന് പറയുന്ന പർട്ടിക്കുലർ വെജിറ്റബിൾ മാത്രം മാറ്റി കഴിഞ്ഞാൽ ഇതിനകത്ത് കോളിഫ്ലവർ എടുക്കാൻ പറ്റും. പിന്നെ വേറെന്താ, പനീർ എടുക്കാം, ടോഫൂസ് ചെയ്യാം, ഇതെല്ലാം ഇതിനകത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഇരട്ടി പണിക്ക് പോകുന്നില്ല, ഇന്ന് പൊടി മാത്രമേ ഉള്ളതുകൊണ്ട് നമുക്ക് ഡീസൻറ്റ് വേയിൽ പോവാം. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി എണ്ണ ഒഴിക്കുക. അതിനകത്തോട്ട് ഒരു നുള്ളു ജീരകം. ജീരകത്തിൻ്റെ ചുവ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഇട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചിട്ടേച്ചാൽ മതി. ഇതൊരു ചെറിയൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരും, അതുകൊണ്ടാണ് അവർക്കെല്ലാം ജീരകം കൂടുതൽ ഉപയോഗിക്കുന്നത്. എനിക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ വേണം, പക്ഷേ എന്നാൽ നോട്ട് ഓവർ, അത്രയും മതി.
എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ഇട്ടാലാണ് ഏറ്റവും നല്ല രുചി വരുന്നത്. പക്ഷേ അതിന് മെനക്കേടാൻ മേലാന്നുണ്ടെങ്കിൽ 50-50 ബേസിസ് പോവാം. കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് സവാളയും, അതും വയ്യാന്നുണ്ടെങ്കിൽ ഒരു 2 സവാളയെങ്കിലും കുഞ്ഞായിട്ട് അരിഞ്ഞിടണേ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയ ഉള്ളി എടുക്കാൻ ഒരു മടിയുമില്ല. കാര്യം എന്നാണെന്നറിയാമോ, ഞാൻ രാവിലെ അടുക്കളയിൽ കയറുമ്പോഴത്തേക്ക് എൻ്റെ അമ്മ, അതായത് എൻ്റെ അമ്മ വന്ന് അടുക്കളയിലിരിക്കും. അമ്മയ്ക്ക് ഒരു ചായയും കൊടുത്തിട്ട് ഒരു മുറത്തിനകത്തോട്ട് ഇച്ചിരി ഉള്ളി എടുത്ത് കൈ കൊടുത്തേച്ച് അമ്മയോട് പറയും, അമ്മ ഇതൊന്ന് പൊളിച്ചു തരൂ എന്ന് പറയുമ്പോൾ അമ്മ പാവരുത് ചെയ്തു തരും. അതുകൊണ്ട് എനിക്ക് ചെറിയ ഉള്ളി എടുക്കാൻ വലിയ പ്രയാസമില്ല. ഇതെപ്പോഴും എൻ്റെ കയ്യിലോട്ട് ഇത് വരുന്ന സമയമാണെങ്കിൽ ആ സമയം ഞാൻ സത്യം പറഞ്ഞാൽ പേരിന് ഒരു 2 ചെറിയ ഉള്ളി ഇട്ടേച്ച് ബാക്കി മുഴുവൻ സവാള അരിഞ്ഞേ ഇടത്തുള്ളൂ. അതുകൊണ്ട് ഈ 2 കാര്യവും ചെയ്യുന്ന സ്ത്രീകൾ വീട്ടിലുണ്ടാവുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. മസ്റ്റല്ല, പക്ഷേ ചെറിയ ഉള്ളിയോളം സ്വാദ് നമ്മുടെ സവാള ചേർത്താൽ വരികയില്ല ഉള്ള കാര്യം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇഞ്ചി ഒരു 1/4 ടീസ്പൂൺ മതിയാവും. വെളുത്തുള്ളി വേണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചിനകത്തോട്ട് ചേർക്കാമേ ഈ സമയത്ത്. എന്നിട്ട് ഒരു ഇച്ചിരി മൂപ്പ് വേണം, അതായത് ആ ഉള്ളി ഒന്ന് ആ ഒരു ഇത് മാറി ഒരു ആവി കയറുമ്പോൾ ഒരു വേവുകയല്ലേ അത്രയും. ഇതിനകത്തോട്ട് എന്തായാലും ഉള്ളിയും വെളിച്ചെണ്ണയും വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ചേരുമ്പം ഇതിൻ്റെ ഒരു കുറവും കൂടെ ഉണ്ടാവും. അപ്പോൾ അതുകൂടി ഇടും. കറിവേപ്പില എൻ്റെ അടുക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ഒരു ചോദ്യം ഉത്തരം ഒന്നുമില്ല. നമ്മൾ അതിൻ്റെ ഏനം പോലെ അങ്ങ് ഇട്ട് വയ്ക്കണം. അത് ഇന്ന സമയത്ത് ഇടാൻ പാടുള്ളൂ എന്നോ അങ്ങനെ ഒന്നുമില്ല കറിവേപ്പിലേക്ക്. അത് പാവം ഏത് സമയത്ത് അതിനെ ഇഷ്ടമുണ്ടെങ്കിൽ ഇടാവുന്നതേ ഉള്ളൂ. ഉള്ളി ഒരു ഇച്ചിരി കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അത് മൂക്കാനേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ അതിനും നേരെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ക്ഷമ ഇച്ചിരി ഒരു പ്രയാസമുള്ളൊരു കാര്യമല്ലേ. അന്നേരം ഞാൻ എന്നാ ചെയ്യും, ഇച്ചിരി ഉപ്പിടാൻ പോവാ. ഈ ഉപ്പിടുന്ന ശ്രദ്ധിച്ചോ. പിന്നെ കറിയിൽ ഉപ്പ് ചേർത്തേക്കണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നോക്കിയും കണ്ട് ചേർത്തില്ല നമ്മൾ ഈ ഉപ്പിടുന്നത് മറന്നു പോയാൽ പിന്നെ ഒന്നേന്നെ കറി വെക്കേണ്ടി വരും. പിന്നെ പൊതുവേ ഒരു കാര്യമുണ്ട്, എന്നാന്നറിയാം, നമ്മൾ അഥവാ എന്നതേലും ഒരു അബദ്ധം പറ്റിയേച്ച് കറിക്കകത്ത് അഥവാ ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ചാറൊഴിക്കുകയല്ലേ എന്നാ പറയുന്നത്. ഇപ്പോൾ മഷ്റൂം വേവാനാണെങ്കിൽ അങ്ങനെ ഏത് ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിന് വേവാൻ വേണ്ടി ഇച്ചിരി വെള്ളം ഒഴിക്കുമ്പം നമ്മൾ ഇച്ചിരി ഉപ്പ് നോക്കും, അയ്യോ ഉപ്പ് കൂടുതലാന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ആ ഒഴിച്ച വെള്ളം കംപ്ലീറ്റ്ലി അങ്ങ് ഊറ്റിയിട്ട് അങ്ങ് കളയുവേ. അപ്പോൾ എന്നാന്ന് പറ്റുന്നതെന്ന് പിന്നെ ഒന്നേന്ന് ഗ്രേവി ചെയ്യേണ്ടി വരും. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ആ മഷ്റൂം തിളച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന മഷ്റൂമിൻ്റെ നല്ല കാര്യങ്ങൾ, അതിൻ്റെ പ്രോട്ടീൻ വൈറ്റമിൻ മിനറൽസ് എല്ലാം ആ വെള്ളത്തിലൂടെ തന്നെ അങ്ങ് പോകും. പിന്നെ നമ്മൾ കഴിക്കുന്നതെല്ലാം വേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഏത് വെജിറ്റബിൾ കുക്ക് ചെയ്താലും ഈ പറഞ്ഞ പോലെ ആ വെജിറ്റബിളിൻ്റെ ഗുണം സസ്റ്റെയിൻ ചെയ്താൽ വെൽ ആൻഡ് ഗുഡ്. പിന്നെ നമ്മൾ ചേർക്കുന്ന ഉള്ളി പ്രത്യേകമായിട്ട് കറിയിൽ വേണ്ടാന്ന് തോന്നുവാണെങ്കിൽ അത് നല്ലോണം മൂപ്പിച്ചേച്ചാൽ മതി. അതിൻ്റെ കൂടെ അങ്ങ് ചേരുമ്പോഴത്തേക്ക് ഉള്ളി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് മാറിക്കോളും. അതല്ല, ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വഴറ്റുക. അത് വഴുന്തോറും നമ്മുടെ ഗ്രേവിയിലോട്ട് അങ്ങ് ചേർന്ന് പോത്തേ ഉള്ളൂ. മിക്കപ്പോഴും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ആ ഗ്രേവി ആയിട്ട് കഴിക്കാൻ തന്നെയായിരിക്കും ഇഷ്ടം. അല്ലാതെ ഉള്ളിയായിട്ട് ഇങ്ങനെ പ്രത്യേകം എടുത്ത് കഴിക്കാനൊന്നും ആർക്കും ഇഷ്ടപ്പെടുകയില്ല. തിക്ക് ഗ്രേവിയോട് എല്ലാവർക്കും പ്രിയം. ഇനി ഇതിനകത്തോട്ട് പൊടിയെല്ലാം ചേർക്കാം. ഫസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി, തീ കുറച്ചോണേ, ഒരു 1/2 ടീസ്പൂണോളം ഇട്ടേച്ചാൽ മതി മഞ്ഞൾപ്പൊടി. മുളക് പൊടി എരിവ് അനുസരിച്ച്, അതുകൊണ്ട് മഷ്റൂമിനകത്ത് ഒരുപാട് എരിവൊന്നും പിടിക്കുകയില്ല, അതുകൊണ്ട് 2 ടീസ്പൂൺ ഇടാം. പിന്നെ അഥവാ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ചേർത്ത് വെച്ചാൽ മതിയേ. അതേപോലെ തന്നെ മല്ലിപ്പൊടി, ഉലുവാപ്പൊടി ഒരു ഇച്ചിരി ചേർത്താൽ മതി. ഉലുവ ബേസിക്കലി ഇച്ചിരി കയ്പുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് വെച്ചാൽ മതിയേ. അന്നേച്ച് ഈ പൊടിയൊക്കെ നല്ലതായിട്ടൊന്ന് മൂക്കണം.
അതായത് നമ്മൾ ആദ്യം മൂപ്പിച്ചില്ലായിരുന്നു, അതുകൊണ്ട് ഇനി ഒറ്റയടിക്കാന്നു ഇത് മൂക്കാൻ പോകുന്നത്. അതുകൊണ്ട് ചെറിയ തീയലിട്ടേച്ചാൽ മതി. ഒരു ഇച്ചിരി ഒന്ന് മൂത്ത മണം ഒന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് ആ എണ്ണ തെളിയിച്ചെടുക്കുക. എണ്ണ തെളിയിച്ചെടുത്തതിന് ശേഷം മാത്രമേ മഷ്റൂം ഇടാവുള്ളൂ, അല്ലെങ്കിൽ ഈ പൊടിയുടെ കംപ്ലീറ്റ് റോ ടേസ്റ്റ് അങ്ങനെ തന്നെ സസ്റ്റെയിൻ ചെയ്യും. ഇപ്പോൾ ഞാൻ ചെറിയ സിമ്മയിൽ ഇട്ടേക്കുക. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ കുറച്ച് തേങ്ങ കാണിച്ചില്ലേ, ആ തേങ്ങ എടുത്തേച്ച് നല്ല പേസ്റ്റ് പോലെ ഒട്ടും തരിതരിപ്പില്ലാതെ നല്ലതായിട്ടൊന്ന് അരയ്ക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഓപ്ഷൻ ഞാൻ തരാം. എന്നാന്നോ, ഇച്ചിരി അണ്ടിപ്പരിപ്പൊക്കെ അരക്കി വന്നതിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഇത് ഇവിടെ കടന്നൊന്ന് മൂക്കട്ടെ. ഇനി നമുക്ക് ഈ തേങ്ങ നല്ല പേസ്റ്റ് പരുവത്തിൽ, പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടും തരി പാടില്ല. പിന്നെ ആണെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്ന് അരഞ്ഞ് കിട്ടാനാണെങ്കിൽ ഒരു ഇച്ചിരി അണ്ടിപ്പരിപ്പ് ചേർക്കാം, ഇച്ചിരി കശകശ ചേർക്കാം, കപ്പലണ്ടി ചേർക്കാം. ഇതൊക്കെ ഇതിനകത്ത് ചേർത്താൽ നമ്മുടെ മഷ്റൂം മസാല കറിക്കകത്തോട്ട് ഒരു ടേസ്റ്റ് ഡിഫറൻസും വരാൻ പോകുന്നില്ല. ടേസ്റ്റ് നല്ലതായിട്ട് കൂടത്തേ ഉള്ളൂ. പിന്നെ എന്നാന്ന് വെച്ചാൽ ഏറ്റവും നല്ല ടേസ്റ്റ്, ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ പറയുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പ് അരയ്ക്കുമ്പോൾ ആണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അത് അരയ്ക്കുമ്പോൾ നമ്മുടെ തേങ്ങ പോലും നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അരച്ച് കിട്ടുമേ. ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ മസാലേനെ ഒരു തിക്ക് ഗ്രേവി ആക്കിയിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പുളി ഒഴിക്കുമ്പോൾ ഒരുപാട് ഇതായിട്ട് ഒഴിക്കേണ്ട. എന്നാൽ ടൊമാറ്റോ ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും. ഈ പുളി ഒരുപാട് ഒഴിക്കരുത്, ഒരു പുളിക്ക് മാത്രം പുളി ഒഴിച്ചാൽ മതി. അഥവാ ആ പുളിയുടെ ഒരു ഇച്ചിരി കുറവ് ഫീൽ ചെയ്യുവാണോ എങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ഒഴിച്ചാൽ മതി. ഈ പുളിയെക്കാട്ടിലും എനിക്കിഷ്ടം ഞാൻ പറയുന്ന ടൊമാറ്റോ ചേർക്കുന്നത് തന്നെയാട്ടോ. ഇതിനകത്തോട്ട് മഷ്റൂം ചേർത്തേച്ച് ഫ്ലെയിം കുറച്ച് ഹൈ ആക്കിക്കോളൂ. ആ മഷ്റൂം മേൽ ഒന്നും കൂടെ ആ മസാല ഒന്ന് പിടിക്കുമ്പോൾ ഒരു ഇച്ചിരി കൂടി ഒന്ന് മൂക്കുവേ. അതായത് ആ മഷ്റൂം ഒന്ന് ഇച്ചിരി മൊരിഞ്ഞു വരണം, അതാണ് കണക്ക്. നേരത്തെ ഞാനൊരു ഇച്ചിരി ഉപ്പിട്ടായിരുന്നു, ഇപ്പോൾ ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇടാൻ പോവുക. പിന്നെ ഇനി ഉപ്പിടണ്ട, നമ്മളെല്ലാം വെന്തെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉപ്പ് നോക്കിയാൽ മതി. നല്ല അസലായിട്ട്, അതായത് അരപ്പൊന്ന് നല്ല അസലായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ പകുതി ചേർത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഫുൾ വെന്ത് കഴിയാറായി, അതായത് മുക്കാൽ വെന്ത് കഴിയുമ്പോഴത്തേക്ക് ബാക്കിയും കൂടെ ചേർക്കണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ അഥവാ കശകശയോ അണ്ടിപ്പരിപ്പോ ബദാമോ അല്ലെങ്കിൽ കപ്പലണ്ടിയോ എന്നതേലും ഇതിനകത്ത് അരയ്ക്കുവാന്നുവെങ്കിൽ ഇപ്പോഴൊന്നും ചേർക്കരുത്. ഇപ്പം നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മഷ്റൂം വേവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നല്ല വെന്ത് കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് വാങ്ങാൻ നേരം നമുക്ക് എത്ര ഗ്രേവി വേണോ ആ ഗ്രേവിക്ക് അനുസരിച്ച് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന തേങ്ങയും അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് അരച്ച് വെച്ചേക്കുന്ന ഒഴിച്ചതിന് ശേഷം ബാക്കി വെള്ളവും കൂടെ ചേർത്ത് നിറച്ച് മല്ലിയിലയോ കറിവേപ്പിലയോ എന്താണെന്ന് വെച്ചാൽ ഇട്ടേച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് തേങ്ങ, അതായത് ഞാൻ ഇതിനകത്തൊന്നും അരച്ചിട്ടില്ല, തേങ്ങ മാത്രമേ പേസ്റ്റായിട്ട് അരച്ചിട്ടുള്ളൂ. കുറച്ച് തേങ്ങ ഒഴിച്ച് ബാക്കി ഞാൻ വെള്ളവും കൂടെ ഒഴിച്ച് നമ്മുടെ മഷ്റൂമിനെ വേവിക്കും. ഇതിനകത്ത് വേറെ ഒരു ജോലിയില്ല. ഈ മഷ്റൂമിനകത്ത് ഇപ്പം കാണുന്ന ഈ വെള്ളം ഒന്ന് പറ്റിയേച്ച് അതിനകത്ത് നിന്ന് എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവൃത്തികളെല്ലാം ചെയ്യാനേ ഉള്ളൂ. ഒരു സിമ്പിൾ ബട്ട് വെരി ഡെലീഷ്യസ് ആണ് നമ്മുടെ ഈ മഷ്റൂം കറി. ഇത് ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാം കൊടുക്കാം. ഇനി ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എണ്ണ തെളിയണം. നമ്മുടെ ഈ എന്നാ പറയുന്നത് ഇന്ന് വെച്ച മഷ്റൂം മസാല കറി എത്രയും വേഗം തീർന്നു. ഇനി വലിയ പരിപാടികളൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ തൊട്ട് വെജിറ്റേറിയൻകാരെ ഏറ്റവും കൂടുതൽ ഞാൻ പരിഗണിച്ചേച്ചാന്നു ഇപ്പോഴത്തെ എല്ലാം 2-3 ഞാൻ പ്രാവശ്യമായിട്ട് പുതിയ റെസിപ്പീസ് കണ്ടുപിടിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഈ വെജിറ്റേറിയൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ വീട്ടമ്മമാർക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ ആനിയാസ് കിച്ചണിൽ വരുന്നത്. അതും ഒരു വീട്ടമ്മയാണ്, വളരെ ഉത്തരവാദിത്വം ഒക്കെ ഉള്ള എന്താ പറയുക ഒരു പക്ക കുടുംബിനി. അതാണ് ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകണം, അതെങ്ങനെ എന്താ പറയുക നമ്മുടെ ഒരു കുടുംബമാകുമ്പം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഏറ്റക്കുറച്ചിലുണ്ടാവും.
പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്ത് എങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും, ഒരു സ്ത്രീക്ക് എന്തുമാത്രം ഒരു ബലം, അതായത് കോൺഫിഡൻസ് ലെവൽ എന്തോരം വേണം, പോസിറ്റീവ് എനർജീസ് എന്തോരം വേണം, നെഗറ്റീവ് വന്നാൽ നമ്മൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം എന്നൊക്കെ നമുക്ക് ശരിക്കും ഒരു പാഠം പോലെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. നീലു എന്ന് വിളിക്കണോ, നിഷ എന്ന് വിളിക്കണോ? എന്നെങ്കിലും വിളിക്കുന്നേ. ചീത്ത വിളിക്കണ്ടെന്നേ ഉള്ളൂ അല്ലേ? നമുക്ക് സന്തോഷത്തോടെ വർത്താനം പറയാൻ എന്നാ വരുവാണോ അല്ലേ? അതെല്ലാം പോയിട്ട് ഇനി ഞാനും എന്റെ പ്രേക്ഷകരുടെയും ഒരു ഹാർട്ടി കൺഗ്രാറ്റ്സ്. എന്തിനാന്നറിയാമോ? ഒരു അവാർഡൊക്കെ മേടിച്ചേച്ച് വന്നേക്കുമല്ലേ, അന്നേരം പിന്നെ ഞങ്ങളുടെ ഒരു കൺഗ്രാറ്റ്സ് പറയണ്ടേ? അവർക്ക് നേരിട്ട് വന്ന് പറയാനൊക്കത്തില്ല, പക്ഷെ എന്നാലും എന്റെ വക, എന്റെ പ്രേക്ഷകർക്കും എന്റെയും വക ഒരു ഷെയ്ക്കാൻ്റെ നാടോ അറ്റ്ലീസ്റ്റ് അതെങ്കിലും തരട്ടെ. അല്ല, കൈ നീട്ടിട്ടേ അതൊരു നല്ല കാര്യമല്ലേ? അവാർഡ് കിട്ടുമ്പോ നമ്മൾ ഏറ്റിങ് മേടിച്ചോടാം, ആരും തരാനൊന്നും നിൽക്കല്ലോ. താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ഒരുപാട് വിശേഷം ചോദിക്കാനുണ്ട്. ഈ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാനുള്ളത് ഒരു പക്ക, സത്യം കേട്ടോ, ഫുൾ ക്രെഡിറ്റ് തന്നിട്ടുണ്ട്, ഒരു പക്ക കുടുംബിനിയാണ്, ഭയങ്കര ഉത്തരവാദിത്തം, ഈ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത ഒരു പക്ക ഒരു വീട്ടമ്മ. എല്ലാ വീട്ടമ്മമാരും ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് സ്റ്റിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിഷയുടെ അറിയാനുണ്ട്. എന്റെ അറിയണം. പിന്നെ എന്താ അറിയണ്ടേ? ചോദിച്ചോ. ഇവിടെ ചോദിക്കുന്ന പരിപാടിയില്ല, അവിടെ ചോദിക്കുള്ളൂ. എവിടെ ഇരുന്നാണെങ്കിലും ചോദിച്ചാൽ മതി. ഓ പോ. ഞാൻ പേരെന്താ എന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചതാ. സത്യം എനിക്ക് തോന്നി പെണ്ണുങ്ങളൊക്കെ ചായ കൊണ്ടുവരാൻ ഇങ്ങനെ അടിപൊളി നോക്കുന്ന പോലെ. സാധാരണ എന്റെ മോളോടൊക്കെ ചിഞ്ചു ഒരു ചായ കൊണ്ടുവരാൻ, അപ്പൊ അവൾ ഇങ്ങനെ ട്രേ ഒക്കെ എടുത്ത് ഗ്ലാസ് കഴിച്ച് കപ്പ കഴിച്ച് ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ ഞാൻ ചോദിക്കും എന്നാ പേര് എന്ന് പറഞ്ഞാലേ എനിക്കിട്ട് തന്നെ ഇങ്ങനെ നോക്കി ചോദിക്കണോ വേണ്ട ചോദിക്കാന്നില്ല. ഞാനൊന്നും വേണമെങ്കിൽ അന്ന് അങ്ങനെ എന്താ പറയാ, കളം വരയ്ക്കുന്ന താഴത്ത് വിരൽ കൊണ്ട് പെരുവിരലുകൊണ്ട് ഇപ്പൊ ആർക്കും ഇല്ലല്ലോ അതിന്. ഓ പിന്നെ പെരുവിരൽ വെച്ച് വട്ടം വരയ്ക്കാൻ കാണാറില്ല. പിന്നെ അല്ല ആ ഒരു ഇതേ പോയല്ലേ പണ്ടൊക്കെ അങ്ങനെ പറയുന്നത്. നെയിൽ പോളിഷ് അതിന് ക്ലീൻ ചെയ്യാൻ മാത്രമേ ഇപ്പൊ പെരുവിരൽ കാണാം. മറ്റേത് അങ്ങനെ പെണ്ണുങ്ങളെ ഏറ്റവും കൂടുതലും പെരുവിരൽ ഇങ്ങനെ ഒരു നാണമൊക്കെ കാണിച്ചു വെച്ചാൽ. ഇപ്പൊ പിന്നെ പിള്ളേരൊക്കെ പെഡിക്യൂറൊക്കെ ചെയ്ത് ഭയങ്കര ഹാഷ് പുഷ് പിള്ളേരായി, പെരുവിരലും ഇല്ല ഒരു കുന്തവും ഇല്ല. പിന്നെ പക്ഷെ നമ്മുടെ എനിക്ക് തോന്നുന്നു അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒരു ട്രഡീഷണൽ കൾച്ചറും ഒക്കെ ഒത്തിരി നമ്മളിൽ നിന്നും വിട്ടുപോയ പോലെ ഫീലിംഗ് ഉണ്ട് അല്ലേ? ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആൾക്കാരുടെ സ്വഭാവം അല്ലല്ലോ. ഇപ്പൊ എന്ന് വെച്ചാല് നേരത്തെ പെണ്ണ് മാത്രല്ല, ഇപ്പൊ നേരത്തെ ആൺകുട്ടികളെ കാണുമ്പോഴേ നമുക്ക് അയ്യേ മിണ്ടിയാ നമ്മൾ എന്ത് പറയും, വേണ്ട വീട്ടിൽ നിന്ന് വഴക്കോ, ആൺപിള്ളേരെ കാണുമ്പോ അഴിമാറി പോണെന്നൊക്കെയല്ലേ നമ്മള് പറഞ്ഞത്. ആൺകുട്ടികൾ കളിക്കുമ്പോ പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ആങ്ങളമാരേ ഉള്ളൂ, രണ്ടും ബ്രദേഴ്സാണ്. അപ്പോൾ ഇവരെ കണ്ടല്ലേ ഞാൻ വളരണേ. അപ്പോൾ എനിക്ക് പെൺകുട്ടികളോട് വലിയ അടുപ്പമൊന്നുമില്ല. ഇവരെന്താണോ ഇവരെന്താണോ കളിക്കണത് അതായിരിക്കും ഞാനും കളിക്കണേ. ഇവര് ഗോലി കളിച്ചാൽ ഞാൻ ഗോലി കളിക്കും, ഇവര് ഫുട്ബോൾ കളിച്ചാൽ ഞാനും ഫുട്ബോൾ കളിക്കും. ഒരു പെണ്ണെന്നുള്ള കൺസിഡറേഷൻസ് ഒന്നുമില്ല, ഞാനും ചെയ്യും. അങ്ങനെയാണ്. അവര് മരത്തിൽ കയറിയാൽ ഞാനും മരത്തിൽ കയറും. എന്നാ കുഴപ്പം അല്ലേ? അങ്ങനെ കേറിയാ പോരെ, അത് ആരാണെങ്കിലും കേറിയാ പോരെ. സത്യവാ, ഇത് ആണുങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ലല്ലോ. കാര്യമൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. പിന്നെ പിന്നല്ല അതിനകത്ത് എനിക്ക് വലിയ കുറച്ചിലൊന്നും തോന്നിയിട്ടില്ല. അതെനിക്ക് ഫസ്റ്റ് ഫിലിം കണ്ടപ്പോ തന്നെ തോന്നി. നമ്മുടെ ഒരു കുറുമ്പും ചട്ടമ്പിത്തരും ഒക്കെ നമ്മുടെ ഉള്ളത് നല്ലത് തന്നെ, അത് ഏതൊരു വ്യക്തിക്കും വേണം. ഇല്ല അല്ലെങ്കിൽ ആർക്കും നമ്മൾ ഇഷ്ടപ്പെടില്ല. നമ്മളിപ്പോ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ വന്ന് പറ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പോകണം. സത്യമാണ്, നമ്മൾ തുറന്ന് വർത്താനം പറയണം. അതിനകത്ത് തന്നെ ഒരു ഫ്രീഡം ഉണ്ട്. മറ്റേതിങ്ങനെ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞുകൊണ്ടല്ലോ, ഈ വർത്താനം പറയാൻ മേലാത്ത ഒരു സദസ്സിലോട്ട് ചെന്നാൽ ഇതിപ്പോ ഒരു ശ്വാസമുട്ടൽ എനിക്ക് വേറെ ഇല്ല. ഞാൻ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി നടന്ന എന്തെങ്കിലുമൊക്കെ കുസൃതിയൊക്കെ കാണിക്കാം. അമ്മമാരൊക്കെ ഞാനിങ്ങനെ കഴിച്ചിട്ട് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ അങ്ങനെയാണ്, അങ്ങനെ ചെയ്തു പോകും. ഞാൻ ഇന്നലെ തന്നെ ലൊക്കേഷനിലിരിക്കുമ്പോൾ
പഠിച്ചുകൊണ്ടിരിക്കുക. ജസ്റ്റ് പെട്ടെന്ന് എൻ്റെ മോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെറിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞ് ഫോൺ വന്നു. ആരോടും ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ട് പഠിക്കാം, ശരി പറയൂ. അപ്പൊ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഞാൻ ചുമ്മാ അഭിനയിക്കല്ലേ. കാരണം നമ്മളെ ലൊക്കേഷനിൽ അഭിനയം ഇല്ലല്ലോ, ബിഹേവിങ് ആണ്. അപ്പൊ പഠിക്കാൻ പറയും. എന്ത് ആക്ടിങ്ങാ? എങ്ങനെ മനസ്സിലായി? ഒന്നുമില്ല, അങ്ങനെ ഒരു വാക്ക് എൻ്റെ വായിന്ന് വരാറില്ല. അപ്പൊ അല്ലെങ്കിൽ ഒന്ന് പഠിച്ചെന്നേ, പെട്ടെന്ന് ആവട്ടെ, അങ്ങനെയൊക്കെ ഞാൻ പറയല്ലേ, സമയം കളയല്ലേ, പെട്ടെന്ന് പഠിക്കും. ഇത് പഠിക്കാം എന്ന് പറയുമ്പോ തന്നെ അവർക്ക് മനസ്സിലായി. ഭയങ്കര അഭിനയം. വെരി കാൽക്കുലേറ്റഡ് ആയിട്ടൊക്കെ. ഈ ശരിക്കും പറഞ്ഞ ഈ അഭിനയം അതായത് ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റ് ആയതും, നിഷ ഏത് നാട്ടുകാരിയാണ്, അവിടുന്ന് ഈ ആർട്ടിസ്റ്റിലേക്ക് വന്നതും ഒക്കെ ഒരു നല്ലൊരു ട്രാവൽ ഉണ്ടാവും, ഒരു കഥ ഉണ്ടാവും. എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും മാരേജിന് മുന്നേ ആയിരിക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കലാപരമായിട്ട് വരുന്നതൊക്കെ. പക്ഷേ എനിക്ക് ലൈഫിൽ ഒരു ട്രാജഡിയൊക്കെ സംഭവിച്ചതിന് ശേഷമാണ് ഞാൻ വരുന്നതെന്ന് വെച്ചാൽ അതിനു വേണ്ടി വന്നിട്ടൊന്നുമില്ല. എപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എൻ്റെ ഒരു വിശ്വാസമാണത്. ഭയങ്കര ധൈര്യമാണ് എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ. പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ എനിക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഒരു കൃഷ്ണൻ ഇഷ്ടമാണ്, കൃഷ്ണനോട് ഒരു പ്രേമവും. കാരണം പ്രേമം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് നമ്മളെ മീൻസ് പല തരത്തിലുള്ള പ്രേമമാണ്. കൃഷ്ണനെ നമുക്ക് എങ്ങനെയും ചെയ്യാം, അതായത് ഫ്രണ്ട് ആക്കാം, കൂട്ടുകാരനാക്കാം അല്ലേ. അപ്പോൾ നമുക്കൊരു ധൈര്യമാണ് അടുത്ത് നിൽക്കുക. പുള്ളിക്കാരൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പോയിട്ടൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ഇനി എല്ലാം സാധിക്കും എന്നൊരു ധൈര്യമാണ്. അത് മഹാദേവന്റെ അടുത്ത്, ശിവന്റെ അടുത്ത് അങ്ങനെയല്ല. ചെന്നിട്ട് പ്രാർത്ഥിക്കുന്ന ജപിക്കലും മാത്രമേ ഉണ്ടാവുള്ളൂ. നോക്കി ജപിക്കും, വായനെ അറിഞ്ഞറിയാൻ ചെയ്ത തെറ്റൊക്കെ പൊറുക്കണേ എന്ന് മാത്രമേ പറയുള്ളൂ. വേറെ ഒന്നും ആവശ്യപ്പെടില്ല. പേടിയാ, ആവശ്യപ്പെട്ടാൽ എന്താ പറയാൻ പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഉള്ള പരിഭവമൊക്കെ പറയും. ഒന്നും വേണമെന്നും പറയില്ല. പരിഭവം ഉണ്ടല്ലോ, നമ്മളുടെ ലൈഫിലുള്ള പരിഭവങ്ങളൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മൾ കരയും, അത് കഴിഞ്ഞ് പോരും. പക്ഷെ അത് കഴിയുമ്പോൾ വീട്ടിൽ വരുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാവും. ബാക്കി കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ നോക്കിക്കോളും. നമ്മൾ റിലീഫ്ഡ്, നമ്മുടെ മനസ്സിലെ ഭാരം ഒഴിഞ്ഞു, മൊത്തം മാറി. പിന്നെ നമുക്ക് അതാണ് എൻ്റെ ലൈഫും. ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ ഒരു ദിവസം മക്കളെയും കൊണ്ട് പോയി, കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല പോകാനൊന്നും. പോകുമ്പോൾ ഉള്ള വണ്ടിക്കാശ് മാത്രം കൊണ്ടാണ് ഇങ്ങനെ പോയി തിരിച്ച് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ലൈഫ് ഞാൻ മാറിയത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല. അവിടെ നിന്ന് പോകുമ്പോൾ ബാക്കി ഉണ്ടായിരുന്ന മിച്ചം കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു കൃഷ്ണ വിഗ്രഹവും മേടിച്ചുകൊണ്ട് പോകുന്നു. ഓട്ടോയ്ക്ക് വരാനുള്ള ക്യാഷ് വെച്ചിട്ടാണ്, ഞങ്ങൾക്ക് ബസ് ഇറങ്ങേണ്ട ഒരുപാട് ദൂരമുണ്ട് വീട്ടിലേക്ക്, കാക്കനാട്. അപ്പോൾ ആ ക്യാഷ് വെച്ചിട്ടാണ് ഞാനിത് മേടിച്ചത്. പേശിയാണ് മേടിച്ചത്. പക്ഷേ അതാണ് വീട്ടിൽ ഒരു കണക്കിന് നമ്മൾ ബസ്സിൽ കയറി, കാരണം ഓട്ടോയിലൊന്നും കയറാൻ കാശ് ബാലൻസ് ഉണ്ടായിരുന്നില്ല. അപ്പം മറ്റേ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ വന്ന് പിന്നെ അവിടെ നിന്ന് നമ്മുടെ പ്രൈവറ്റ് ബസ്സിൽ കയറി ഞാനും കുട്ടികളും കൂടെ വീട്ടിലെത്തി ഇത് അവിടെ സ്ഥാപിച്ചതിന് ശേഷം പിന്നെ ഞാൻ എല്ലാ ദിവസവും സംസാരിക്കുന്നതും നമ്മുടെ വിഷമങ്ങളൊക്കെ പറയും. അപ്പോൾ ഈ കണ്ണൻ എങ്ങനെ ഈ ജീവിതത്തിലെ ട്വിസ്റ്റ് തന്നെ അഭിനയത്തിലേക്ക് വന്നതും അതൊരു സങ്കടമാണ്. അത് പറയണോ? സങ്കടം പറയണ്ട, സന്തോഷമുള്ളത് പറഞ്ഞാൽ മതി. അതെനിക്ക് പറയാൻ അത്ര എന്ന് വെച്ചാൽ ഒരു ദിവസം ഭയങ്കര ഒരു പനിയൊക്കെ വന്ന് ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ്. അപ്പോൾ എനിക്ക് ഈ ഹസ്ബൻഡായിട്ട് പ്രോബ്ലമൊക്കെ ഉള്ള വീട്ടിൽ വന്ന് നിൽക്കുന്ന ടൈം. അപ്പോൾ സീരിയസ് ആയിട്ടും എന്നെ അഡ്മിറ്റ് ചെയ്യാൻ എന്നെ അവിടെ കൊണ്ട് നോക്കാൻ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഇല്ലല്ലോ അടുത്ത്. പിന്നെ നമ്മൾ വീട്ടുകാരുടെ എന്ന് വെച്ചാൽ അവർ അത്രയും നമ്മളെ കെയർ ചെയ്യണമെന്നില്ല. അവരുദ്ദേശിക്കുന്നത് ഞാൻ എന്ത് വന്നാലും ഓടിച്ചായിട്ട് നടക്കും, വെറുതെ ഇരിക്കില്ല. എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എങ്ങനെയാണെന്ന് അറിയാമോ? ഇപ്പോഴും അങ്ങനെ തന്നെ. ഞാൻ വീഴണം താഴത്ത്, എന്നാലും ആരെങ്കിലും ഹോസ്പിറ്റലിൽ. കാരണം അതുവരെ എനിക്കത് അനുഭവപ്പെടില്ല. ഭയങ്കര ഒരു പവർ ഉണ്ട് എനിക്ക്. അങ്ങനെ എന്ത് അസുഖം വന്നാലും പിടിച്ച് നിൽക്കാനുള്ളൊരു പവറുണ്ട്. അപ്പോൾ അവസാന സ്റ്റേജിൽ വീഴുമല്ലോ ഏത് മനുഷ്യനും, അപ്പോഴേ അറിയുള്ളൂ എനിക്ക് വയ്യായിരുന്നു എന്നുള്ളത്. അങ്ങനെയാണ് എൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് വീട്ടുകാർ ശ്രദ്ധിച്ചില്ല. പക്ഷേ ഞാൻ എന്നിട്ടും ഇങ്ങനെ ഇരിക്കുക, വീണിങ്ങനെ പോവുകയാണ്. തേങ്ങയൊക്കെ ചിറങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ പോവുകയാണ്. എന്നിട്ട് ഞാനൊക്കെ ഇത് തീർക്കണ്ടേ, ഈ വീണാലെങ്ങനെയാണ് എന്ന് പറയും. അങ്ങനെ ഇരുന്ന് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റും. അമ്മ പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഒന്ന് പിന്നെ പോവാം എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ടും ആങ്ങൾ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഒരു ഇഞ്ചക്ഷൻ എടുത്ത് വിട്ടാൽ മതി, അവിടെ ഓടിച്ചാടി കിടക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ മനസ്സിലാലോചിച്ചു, എന്നെ സ്നേഹിക്കാൻ, എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ എന്നെ അഡ്മിറ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ കൊണ്ടുപോകുമല്ലോ, അവിടെ അഡ്മിറ്റ് ചെയ്യുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ പക്ഷേ പിറ്റേ ദിവസമാണ് എന്നെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അർജുന മാഷിൻ്റെ ശിഷ്യ വന്നിട്ട് ഒരു നാടകം എഴുതിയിട്ടുണ്ട്, അമ്പലത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കണം. അത് അറിയില്ല എന്നറിയാം,
ഡാൻസ് മാത്രമേ എനിക്ക് അറിയാൻ പാടുള്ളൂ. അപ്പോൾ ഒന്ന് അഭിനയിക്കാമോ, അച്ഛൻ്റെ അടുത്ത് ചോദിക്കാൻ പേടിയാണ്, കാരണം നാടകത്തിൽ അഭിനയിക്കാനെന്നൊക്കെ പറഞ്ഞപ്പോൾ വിടില്ലാന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് വിടില്ലാന്ന് അറിയാം. ഞാൻ പറഞ്ഞു ഞാൻ അഭിനയിക്കുന്നില്ല, എനിക്കറിയില്ല. അയ്യോ ഡയലോഗൊന്നും പറയാൻ എനിക്കറിയാനേ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് അർജുനൻ മാഷിനെ കൂടി ചോദിക്കാം. അർജുനൻ മാഷ് അച്ഛൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്, മിക്ക ദിവസങ്ങളും വീട്ടിൽ വരികയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ മാഷിനെ കൊണ്ട് ചോദിപ്പിച്ചു, അച്ഛൻ അങ്ങനെ സമ്മതിച്ചു, അത് പോയി അഭിനയിച്ചു. അതൊരു ട്വിസ്റ്റാണ് പിന്നെ ലൈഫിലേക്ക്. പിന്നെ അങ്ങനെ എന്നെ ഒരു 1-2 ഡ്രാമ സമിതികൾ വിളിച്ചു, അവിടെ അഭിനയിച്ചു. അപ്പോൾ അന്നേരവും വിടില്ല എന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന്, കാരണം നാടകത്തിൽ അഭിനയിക്കാൻ ഇവിടെ നിന്ന് ആരും വിടുന്ന, അന്നത്തെ പെണ്ണുങ്ങൾ ഇവിടെ ജോലിക്കൊന്നും വിടാത്തൊരു ഫാമിലിയാണ്. അപ്പോൾ ഒട്ടും വിടില്ല. അങ്ങനെ പിന്നെ മാഷിൻ്റെ ഒരു ധൈര്യത്തിൽ മാഷിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ആൻറ്റിയുടെ കൂടെയാണ് അവിടെ ആൻറ്റി അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റിയുടെ കൂടെ വിട്ടു, അങ്ങനെ അഭിനയിച്ചു. ഹെലൻ എന്നാണ് ആൻറ്റിയുടെ പേര്. അങ്ങനെ പുള്ളിക്കാരൻ എന്നെ മോളെ പോലെ കൊണ്ടുനടക്കും അവിടെ പോകുമ്പോൾ. അങ്ങനെ 1-2 സമിതിയിൽ അഭിനയിച്ചു. അതിന് ശേഷമാണ് അത് അഭിനയിച്ചിട്ടിരിക്കുമ്പോഴാണ് അഗ്നിസാക്ഷിയിലേക്ക് ഒരു ചെറിയ ക്യാരക്ടർ ശ്യാംപ്രസാദ് സാറിൻ്റെ അതിലേക്ക് ഒരു തിരുവാതിര, ഞാൻ തിരുവാതിര സ്റ്റുഡൻറ്റും കൂടെ ആയിരുന്നു. അപ്പോൾ അതിലേക്ക് തിരുവാതിര ചെയ്യാനായിട്ട് വിളിച്ചത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ ഒരു ചെറിയ ക്യാരക്ടർ, തിരുവാതിരയൊന്നും ചെയ്തില്ല, അതിനകത്ത് അഭിനയിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ശോഭനയുടെ കൂടെ ചെറിയൊരു ക്യാരക്ടർ, ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു ഡയലോഗ്, അത് പറഞ്ഞ് അഭിനയിച്ചു. അതാണ് എൻ്റെ ഫസ്റ്റ് ക്യാമറയ്ക്ക് മുന്നിൽ വരുന്ന ആദ്യത്തെ മൂവിയും സീരിയലും എല്ലാം ഒന്ന് പറയുന്നത്. അങ്ങനെയാണ് തുടക്കം. വേലി കഴിഞ്ഞ് ആദ്യം വരുന്ന പൂത്തിരുവാതിരയല്ലേ, കുളിയും തേവാരൊക്കെ തേതിക്കുട്ടിക്ക് വിസ്തരിച്ച ദേവിക്ക് നേരിച്ച വെറ്റില സ്വന്തം കൈകൊണ്ട് തയ്യാറാക്കി വേട്ട നമ്പൂരിക്ക് കൊടുക്കണം. 101 വെറ്റില ഒരു രാത്രി കൊണ്ട് മുറുക്കി തീർത്ത ശേഷം, അതെ, 2 പേരും കൂടി ഇപ്പൊ ഈ കഥ പറഞ്ഞ ആര് വിശ്വസിക്കും? നിഷ ഇപ്പൊ എങ്ങനെ ഈ ഒരു ആർട്ടിസ്റ്റ് എല്ലാം അഭിനയിക്കാനേ അറിയില്ല എന്നൊക്കെ പറഞ്ഞ നിഷ ഇപ്പൊ ഈ കഥ പറഞ്ഞ ശരിക്കും പറഞ്ഞ അത്രയും വലിയൊരു ആർട്ടിസ്റ്റ് അല്ലോ താനിപ്പം. ആണോ? എനിക്ക് പറയുമ്പോഴേ എനിക്ക് സത്യം പറയാം, എനിക്ക് വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ ഗുരുവായൂരപ്പനെ സാക്ഷി നിർത്തി പറയാം, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ പറയുമ്പോഴും ഞാൻ ഒരിക്കും ദൈവമേ അങ്ങനെ പറയുന്നതുകൊണ്ട് ഒരു ടെൻഷൻ വരും. ആണോ, ശരിയാവണുണ്ടോ, ചെയ്യണത് ശരിയാവണുണ്ടോ, ഇപ്പോഴും ടെൻഷനാണ് കേട്ടോ. ഞാൻ ഉണ്ണികൃഷ്ണൻ സാറ് ആക്ഷൻ പറയുമ്പോഴും ഞാൻ ഉള്ളിലൊരു ടെൻഷനാണ്, ശരിയാവോ, ശരിയാണോ, ഞാൻ ചെയ്യണത് ശരിയാണോ, തെറ്റുണ്ടോ. എന്നിട്ട് ഞാൻ കട്ട് പറഞ്ഞു കഴിയുമ്പോഴില്ല ഓടി ചെന്ന് സാറിനെ എത്തി നോക്കും, ഒളിഞ്ഞു നോക്കും ഞാൻ. ശരിക്കും അല്ല, നമുക്ക് എല്ലാവർക്കും ഒരു ഡയറക്ടറിന്റെ ഓക്കെ എന്ന് കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു സമാധാനം, നമ്മൾ ചെയ്ത ക്യാരക്ടർ. ഈ പ്രോഗ്രാം കാണുമ്പോഴായിരിക്കും സാർ അറിയണേ കേട്ടോ, ഞാൻ എവിടെയെങ്കിലും നിന്ന് സാറിന് ഒളിഞ്ഞു നോക്കണം. അപ്പൊ ഇനി സാർ ആദ്യമേ തന്നെ നോക്കിട്ട് ഇത് കേട്ട് കഴിയുമ്പോൾ ചിരിക്കുകയാണെങ്കിൽ ഓ സമാധാനം. എപ്പോഴും ചിരിയാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോഴെങ്ങനെ സാറിൻ്റെ മുഖം വല്ലാണ്ട് ഇരുന്ന് ഞാൻ സാറിനോട് ചോദിക്കാൻ ഒരു ടെൻഷനാണ്. ചോദിച്ചാൽ ഇനി എന്നെ ആയിരിക്കും കുറ്റം പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യും, എന്നെ ആയിരിക്കില്ല പ്രോബ്ലം, എങ്കിൽ പോലും എന്നെ തന്നെ ആയിരിക്കും. ഞാൻ അങ്ങനെ ചിന്തിക്കാറുള്ളൂ, എന്നെ തന്നെ ആയിരിക്കും. ഞാൻ ചെയ്തതിൽ എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട് എനിക്കും തോന്നി, എനിക്കെപ്പോഴും തോന്നും, അത് സ്ഥിരം തോന്നണം പതിവാണ് കേട്ടോ. ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്തോ കുഴപ്പമുണ്ടായിരുന്നു, കുറച്ചും കൂടെ നന്നാക്കായിരുന്നു അവിടെ. ഓ ഇനിയിപ്പോൾ സാരമില്ല. ഓക്കെ. ഈ നീലു എന്ന് പറയുന്ന ക്യാരക്ടർ തന്നോട് ആദ്യം പറയുമ്പോഴത്തേക്ക് എങ്ങനെ അതിനെപ്പറ്റി എന്തെങ്കിലും ഇംപ്രവൈസ് ചെയ്തോ, അതിനെപ്പറ്റി മനസ്സിലാക്കിയോ, അതോ മറ്റു വീട്ടമ്മമാരുമായിട്ടും ഒക്കെ ഒന്ന് അതുമായിട്ട് കമ്പയർ ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അതിനകത്ത്. അതിനുവേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. സാറ് പറയുന്ന പോലെയൊക്കെ ചെയ്തു, അത്രേ ഉള്ളൂ. സാറാണ് എന്നെ നീലുവാക്കിയത്, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ അതിനു വേണ്ടി ഞാൻ സ്വയം ഒന്നും ചെയ്തിട്ടില്ല, കാരണം ഞാൻ ഒരു വീട്ടമ്മയല്ലേ. പിന്നെ എൻ്റെ വീട് ഞാൻ തന്നെയാണ് അവിടുത്തെ ഭർത്താവും ഭാര്യയും ഡ്രൈവറും പിന്നെ അതുപോലെ എല്ലാം. അപ്പോൾ അവിടെ എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതൊന്നുമില്ലെന്ന് സാറിന് വിചാരിച്ചിട്ടുണ്ടാവും. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്, സീരിയൽ ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു ക്യാരക്ടർ ആദ്യമായിട്ട് ചെയ്യാണ്. അപ്പോൾ സാറ് എനിക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസ് സാറ് പറഞ്ഞു തരുമായിരുന്നു. മാനറിസങ്ങളാണ് ചിലപ്പോൾ, കാരണം എനിക്ക് അറിയാത്ത എൻ്റെ ചില പ്രോബ്ലംസ് ഉണ്ട്. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ചുണ്ടിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ കണ്ണിൻ്റെയോ അങ്ങനെയൊക്കെ 1-2 നമ്മൾ നെഗറ്റീവ്സ് ആണ് പ്രോബ്ലം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അത് നമുക്ക് മനസ്സിലാവില്ല, എല്ലാവരും പറഞ്ഞു തരണമെന്നില്ല. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സാറ് പറഞ്ഞു. പിന്നെ അഭിനയിക്കുമ്പോൾ ചിലപ്പോൾ മോഡുലേഷൻസും ചിലതൊക്കെ നമ്മൾ അത് വേണ്ട, അത് ഇങ്ങനെ ഇടൂ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അഭിനയിക്കാൻ നമുക്ക്
ആക്ടിങ് പാടില്ല എന്നുള്ള ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ. അപ്പൊ ശരിക്കും ഒരു വീട്ടമ്മ ശരിക്കും കാണുമ്പോഴത്തേക്ക് നിഷനാണല്ലോ കാണുന്നത്. ശരിക്കും നീലുവിന്റെ ഒരു ക്യാരക്ടറിനെ വെച്ച് ഒരു വീട്ടമ്മ എന്തൊക്കെ വിശേഷം പറയും? ഇതേപോലത്തെ ഒരു ഭർത്താവ് മിക്ക വീട്ടുകളിലും കാണും. അപ്പൊ അത് വെച്ചിട്ട് ഒരു വീട്ടമ്മ ഓടി വന്ന് നിഷയോടായിരിക്കും സംസാരിക്കുന്നത്. മോദ നിഷ നീലു ആയിരിക്കും എന്നൊക്കെ വിശേഷം അവർ വന്ന് പറയാറുണ്ട്. കുറേ ലേഡീസ് പറയാറുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഹസ്ബൻഡ് അതുപോലെ തന്നെയാണെന്ന്. കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളത് അതുപോലെ തന്നെയാന്നേ എൻ്റെ കെട്ടിയവനും എന്നൊക്കെ പറയും. ഇതുപോലെ തന്നെ രൂപത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. സ്വഭാവമൊക്കെ വെഗ്ലിയും എപ്പ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഹസ്ബൻഡ് അവർ ചില ആൾക്കാർ പറയും എന്താണ് നീലുവിനെ പോലെ തന്നെ എൻ്റെ ലൈഫും എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ വേണം ചെയ്യാൻ. ഹസ്ബൻഡും മക്കളൊക്കെ കണക്കാന്നേ, കുട്ടികൾ ഒരു പണിയും ചെയ്തു തരില്ല വീട്ടിൽ, മോനാണ് ഇങ്ങനെ മോളാണ് അങ്ങനെ, മറ്റേ ലച്ചുവും മുടിയനും ഇല്ലേ. പിന്നെ ചെറിയ കുട്ടികളാണെങ്കിൽ പറയും ഇതേപോലെ 2 കാന്താരി എൻ്റെ വീട്ടിലുള്ളതെന്ന് പറയാം, ചെറിയ കുട്ടികളുടെ കാര്യം. പിന്നെ ചില ലേഡീസ് പറയണതും എന്താണ് നമ്മൾ അമ്മായിയച്ഛനും അമ്മായിയമ്മയൊക്കെ നീലുവിൻ്റെ അച്ഛനമ്മ എൻ്റെ അച്ഛനും അമ്മായിയച്ഛനും അമ്മായിയമ്മയും എന്നോട് സ്നേഹമാണല്ലോ. അങ്ങനെ പല കാര്യങ്ങൾ അതിനകത്ത് എന്താണോ അതെല്ലാം നമ്മുടെ എല്ലാവരുടെയും എല്ലാവരുടെ വീട്ടിലും ഉണ്ട്. അതിനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ വീട്ടിലും ഉണ്ട്. ഉണ്ടാവും. ചെറിയൊരു ഇൻസിഡന്റ് എങ്കിലും ഇല്ലാത്ത ഒരു വീടും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്താ പറയുക, അത് ഒരുപാട് നമ്മുടെ റിയൽ ലൈഫായിട്ട് കമ്പയർ ചെയ്തിട്ട് ചെയ്തതായതുകൊണ്ട് മിക്കവർക്കും അതൊരു ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം നമ്മുടെ ലൈഫിലോ ഇത് തന്നെയാണല്ലോ അവിടെ നടക്കുന്നത്, അത് തന്നെ നമുക്ക് ഒരു കമ്പാരിസൺ. കണ്ടില്ല, നമ്മളെ അമ്മയോടല്ലേ നമ്മൾ അങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ അല്ലേ. അതിനകത്ത് എൻ്റെ അമ്മയോടൊക്കെ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ അമ്മയോട് സംസാരിക്കുന്ന പോലെയൊക്കെ തന്നെയാണ്. അതെല്ലായിടത്തും അത് തന്നെയല്ലേ, നമുക്ക് അതിനകത്ത് ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ല. ഓക്കെ. അപ്പം ഈ അതിനകത്ത് കോൺവെർസേഷൻസും ഒക്കെ നിങ്ങൾ ഓൺ സ്പോട്ട് ആണോ അതോ? ഇല്ല, എന്താണ് നമുക്ക് സ്ക്രിപ്റ്റ് ഉണ്ട്, പഠിക്കും. പിന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആഡ് ചെയ്യും പല കാര്യങ്ങളും. അപ്പം നമുക്ക് സ്വയം ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയാൻ പറ്റും. കുട്ടി എന്തിനു പറഞ്ഞു കേശു ശിവയും വരെ അതിനകത്ത് ഓരോ പറഞ്ഞൊരു നമുക്കിതിട്ടാലോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അസോസിയേറ്റ് ആയിരിക്കും, ചിലപ്പോൾ പറഞ്ഞാൽ ചേച്ചി ഇത് ചെയ്ത് ആഡ് ചെയ്താലോ, അല്ലെങ്കിൽ ചേട്ടാ ഇത് ആഡ് ചെയ്താലോ, അങ്ങനെ ഒരു ഗ്രൂപ്പാണ് ശരിക്കും പറഞ്ഞാൽ. ഉപ്പുമുളക് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പാണ്. അവർ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ബെസ്റ്റ് ആക്കാൻ വേണ്ടി എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട് അതിനകത്ത്. വീട്ടിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു നിഷയ്ക്ക് ഇതുപോലെ സീരിയൽസിലൊക്കെ അഭിനയിച്ച് തുടങ്ങി. ആദ്യം ഒന്നും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ ആദ്യം നാടകത്തിലൊക്കെ ആയിരുന്നല്ലോ. എങ്കിലും നമ്മൾ ഫാമിലിയിൽ ആരും അങ്ങനെ ഒരു ബന്ധമായിട്ട് ഒരാരുമില്ല. അപ്പൊ അതുകൊണ്ട് മാത്രല്ല നമ്മളെ ഫാമിലിയിൽ എല്ലാവരും പെണ്ണുങ്ങളൊന്നും അങ്ങനെ അധികം ജോലിക്ക് പോകുന്ന എല്ലാവരും പെണ്ണുങ്ങള് വീട്ടില് ചോറും കറിയൊക്കെ ആ ഒരു ഇതാ. അപ്പൊ മാത്രം ഞാൻ പണ്ടേ എൻ്റെ വീട്ടില് എൻ്റെ കംപ്ലീറ്റ് ഫാമിലിയിലെ എല്ലാവരും എടുത്തു നോക്കിയാലും ഞാൻ ഒരു തലകറിച്ചതാ. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ മരം കയറല് വേറെ ഒരു കുട്ടികളും ഇല്ല കേട്ടോ. ഒരു കുട്ടി പോലും നമ്മളെ ഫാമിലിയിൽ മരത്തിൽ കയറിയ പെൺകുട്ടികളില്ല. എൻ്റെ അമ്മ ഒരു ദിവസം എന്നോട് ചെറുതിലെ ഇപ്പോഴും പറയും അമ്മ എന്ത് പറയാനും ഞാൻ അത് ഓടിപ്പോയി അങ്ങനെ വെഗിളിയാണ് എനിക്ക്, അടങ്ങിയിരിക്കില്ല ഒരു ടൈം. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ, എനിക്ക് വെറുതെ ഇരിക്കണ ഇഷ്ടമെന്നല്ല. പക്ഷേ നിഷയുടെ വർത്താനത്തിൽ ഭയങ്കര മെച്യൂരിറ്റി, ഭയങ്കര ഒതുക്കം, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. പക്ഷേ അത് ഒതുക്കം ഉണ്ട് ഇങ്ങനെ, അതിപ്പോൾ എല്ലാവരും ഒക്കെ നിൽക്കുന്നതുകൊണ്ടാണ്. ഞാൻ വീട്ടിലാണ് ഇങ്ങനെയേ അല്ല, വേറൊരാളാണ് സത്യം. ആണുങ്ങളൊക്കെ ചെയ്യണ ജോലികളൊക്കെ നിസ്സാരമായിട്ട് പോയിട്ട് തൂമ്പൊക്കെ എടുത്ത് കളച്ച് വെട്ടി മുറിച്ച് അതൊക്കെ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് അതുപോലെ തന്നെയാണ് ചെറുതിട്ട്. അമ്മ ഇങ്ങനെ ഓടി കിടക്കാൻ പറയും, നീ എന്തു പറഞ്ഞാലും നീ ചെയ്യുമോ, ഇങ്ങനെ ഒരു കൊച്ചിനെ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ഒരു ദിവസം പറഞ്ഞു. ഞാൻ എന്തും ചെയ്യും, അമ്മ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കും, ഞാൻ ഇപ്പം കാണിച്ചു തരാം, എന്നെ കൊണ്ട് പറ്റാത്ത കാര്യം പറയാം, ഞാൻ ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു എന്നാൽ ശരി നീ ആ തെങ്ങ് കയറി കൈ വീഴുമെന്ന് പറഞ്ഞു. ഞാൻ കയറി അപ്പം തന്നെ ഒരു കയറൊക്കെ എടുത്ത് കാലിട്ട് കെട്ടി മുറുക്കി ചാടി എല്ലുപോലെ ഇരിക്കണം. അന്ന് 5ലെങ്ങാനും പഠിക്കുക. ചാടി 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 കയറി അമ്മ കുറച്ചിൽ വീഴും, നാട്ടുകാർ മൊത്തം കൈവിടാനും പറയുകയും കൊച്ചൊക്കെ കൈവിട്ടാ എന്നാ എടുക്കും. നീ പറ കൈവിടാൻ പറ, മോളിൽ നിന്നിട്ട് പറ കൈവിടാൻ പറ, കൈവിടാൻ. അമ്മ എടുത്ത് അമ്മയ്ക്ക് വല്ലാത്ത അവസ്ഥയൊക്കെ വന്നു, പേടിച്ചിട്ട് കരഞ്ഞിട്ടേ. ഈ താഴെ വീണിട്ട് അച്ഛൻ്റെ ഇന്ന് വൈകുന്നേരം വരുമ്പോൾ കിട്ടില്ലേ. പക്ഷെ ഒരു കാര്യം അമ്മയ്ക്ക് അഭിമാനിക്കാൻ എന്നറിയാം, എന്നാ പറഞ്ഞത് അന്നേരം അനുസരിക്കുന്ന ഒരു കൊച്ചാന്ന് പറയാലോ. ചിലപ്പോ അതിന്റെ കൂടുതലേ ചെയ്തു നോക്കുള്ളൂ. അത് ആണല്ലോ കിട്ടാത്ത അനുസരണാശീലം. മോളെ പറ്റി അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവും അമ്മയ്ക്ക്. വീട്ടിലെ നിഷ എങ്ങനെയാ ഇപ്പൊ മക്കള് ഒരു വലിയ അമ്മയായി ആ ചട്ടമ്പിത്തരൊന്നും ഇനിയിപ്പൊ പറ്റിയല്ല മക്കളുടെ നേരെ? അങ്ങനെയൊന്നുമില്ല, ഒരു അമ്മയെ പിറന്ന് ഇതൊന്നും എനിക്ക് വീട്ടിലില്ല. അമ്മയെ പോലെയൊന്നും ഞാൻ കുട്ടികളുടെ സംസാരിക്കാറൊന്നുമില്ല കേട്ടോ. മോളെ അങ്ങനെ ചെയ്യണ്ടേ ഇങ്ങനെ ചെയ്യണ്ടേ അങ്ങനെയൊന്നും ഭരിക്കലൊന്നുമില്ല. ഞങ്ങൾ ഫ്രണ്ട്ലി ആണ്. എവിടോ പറ്റുമെങ്കിൽ ചെയ്തിട്ട് പോട്ടാ, അല്ലെങ്കിൽ ഞാൻ ചെയ്തോളാന്ന് പറയും.
അങ്ങനെയൊക്കെ ഒറ്റ പ്രാവശ്യം പറയുള്ളൂ ഒരു കാര്യം. ചിഞ്ചു അതും ചെയ്തേക്കാവോ, അനങ്ങിയില്ലെങ്കിൽ ഞാൻ പോയി അങ്ങ് ചെയ്യും. ഞാൻ ചെയ്യാൻ പറ്റില്ലെന്ന് ഓക്കെ കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം, നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പം ആർക്ക് വേണം, എനിക്കറിയാൻ പറ്റില്ല ചെയ്യാൻ, ചെയ്യും. അങ്ങനെയാണ്. അല്ലാണ്ട് ഞാൻ ഒരിക്കലും അമ്മയെ പോലെ ഒന്നും മക്കളെടുത്ത് ഇടപഴകിയിട്ടേ ഇല്ല. അവർ തന്നെ പറയും എപ്പോഴെങ്കിലും ചെന്നിട്ട് ഞാൻ ഇതിനകത്ത് സത്യം പറഞ്ഞിട്ടുണ്ട് ഉപ്പുമുളകും ചെയ്തിട്ടേ, ഉപ്പുമുളകിൽ ഇത് മാനറിസൊക്കെ ഉള്ളിൽ കിടക്കുമല്ലോ. അപ്പോൾ കുട്ടികളെടുത്ത് ഞാൻ ചെന്നിട്ട് ചിലപ്പോഴൊക്കെ ഈ അടുത്തൊക്കെ പറ്റിയിട്ടുണ്ട്. ലച്ചുവിനെ വിളിക്കുന്ന പോലെ ചിഞ്ചു ചിഞ്ചു പോയി അതൊക്കെ ഒന്ന് നടത്തണോ എന്ന് ഒതുക്കിയൊക്കെ നോക്ക്, എത്ര നേരം ചിഞ്ചു പറയണ ഒന്ന് ചെയ്താലോ നിനക്ക്, ഇതെന്തൊന്നും ഉപ്പുമുളക ഇവിടെ, ഒന്ന് പോവാ വേറെ പണി നോക്ക്. അങ്ങനെ പറയാം. മിക്കവാറും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ അയ്യോ ഇത് ഉപ്പുമുളക് ഇതല്ല എൻ്റെ വീടല്ലേ. പിന്നെ എനിക്ക് ബോധം പറഞ്ഞാൽ ഇത് അല്ല ശരിക്കും നിഷ പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആവണം എന്ന് നിഷ അങ്ങനെ ആയത്. എത്രയായാലും നമ്മളൊരു അമ്മ എന്ന് പറയുമ്പോൾ ഒരു മെച്യൂരിറ്റി വന്നിട്ട് നമ്മൾ പിള്ളേരോട് ഇങ്ങനെ പറയും. പക്ഷെ ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ പോവാൻ എങ്ങനെ പറ്റുന്നത്? എനിക്കതാ ഞാനും ശ്രമിക്കാൻ പറ്റുമോ നോക്കട്ടെ. അത് വേറൊന്നുമില്ലേ, നമ്മൾ അമ്മയായി എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ വരുള്ളൂ. ഞാൻ അമ്മയെ ചെറുതിലേ തന്നെ കല്യാണം കഴിഞ്ഞു, ചെറുതിലേ തന്നെ പ്രസവിച്ചു. അപ്പോൾ എൻ്റെ അമ്മയാണ് ഭരണം മൊത്തം. പിന്നെ ഞാൻ എവിടെ നിന്ന് ഭരിക്കാൻ? എൻ്റെ അമ്മ എന്നേക്കാൾ കൂടുതൽ ഭരിച്ചോളും കുട്ടികളെ. പിന്നെ ഞാനും കൂടി പോയി ഭരിക്കേണ്ട ആവശ്യമില്ലെന്ന് കാരണം ഞാനും ചെറുതായിരുന്നല്ലോ. അപ്പോൾ അമ്മ എന്ത് പറയണം അതാണ് ഞാൻ. അപ്പോൾ അവരുടെ ഒപ്പം ഞാനും പോയി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഇവരെ കുട്ടികളായിട്ടല്ല എൻ്റെ ഫ്രണ്ട്സായിട്ടൊക്കെ തന്നെ ഞാൻ ഇവരെയും കാണും. എനിക്ക് അങ്ങനെ ഒരു തോന്നൽ ഉള്ളതുകൊണ്ടായിരിക്കും കേട്ടോ എനിക്ക് ചോദ്യം തന്നെ വന്നേ. മിക്കവാറും എല്ലാ അമ്മമാർക്കും ഉണ്ട് ആ ഒരു ചോദ്യം. പഠിക്കാൻ പോലും ഞാൻ പറയാറൊന്നുമില്ല കേട്ടോ. മിക്ക അമ്മമാരും പോയിരുന്ന് പഠിക്കുക ഞാൻ പറയും, നാഴേക്ക് 10 വട്ടെങ്കിലും പറയും. അയ്യോ ഞാൻ പറയാറേ ഇല്ല. ഞാൻ അവരുടെ അടുത്ത് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല പോയിരുന്ന് പഠിക്കും. ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഞാൻ പറയും പഠിച്ചാൽ നിങ്ങൾക്ക് പോകാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജോലി നോക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ച് നിങ്ങൾ വേണമെങ്കിൽ എന്തെങ്കിലും എത്തി, ഞാൻ എന്തായാലും നിങ്ങളെക്കാൾ മുന്നേ എത്തി, ഞാൻ പഠിച്ചില്ലെങ്കിൽ ഇവിടെ വരെത്തിയല്ലോ എന്നൊക്കെ പറയും. അങ്ങനെയാണല്ലേ, എന്നാൽ താൻ നോക്കിക്കോളൂ, തന്നേക്കാൾ കൂടുതൽ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ PG കഴിഞ്ഞു മോള് പറഞ്ഞത് എന്നോട്. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. കുട്ടികളുടെ അടുത്ത് നമ്മൾ അവരെക്കാൾ വലിയ ഉദാഹരണം സുജാതയില്ലേ. ഞാൻ കണ്ടപ്പോൾ എൻ്റെ മോള് 2 കുട്ടികൾ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ടാണ് ഞങ്ങൾ ആ പടം കാണാൻ പോയത്. അപ്പോൾ ഇളയ കുട്ടി നിർബന്ധിച്ചിട്ടാണ് പടം കാണാൻ പോയത്. അപ്പോൾ എന്താണ് അവളുടെ ഒരു ചെറിയ ക്യാരക്ടർ ഉണ്ട് മറ്റേ കുട്ടിയിൽ, ഈ മഞ്ജുവിൻ്റെ കുട്ടിയിൽ. അപ്പോൾ ഇപ്പുറം മൂത്താളെ ഭയങ്കര സൈലൻ്റ് ആട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇളയത് ഇപ്പോൾ ഇത്തിരി ബാംഗ്ലൂരൊക്കെ പോയതിന് ശേഷം ഒരു ചട്ടമ്പിത്തരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ ഇവിടെ നിന്നിട്ട് ഈ മഞ്ജു കുട്ടിയുടെ അടുത്ത് കാണിക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, ആ കുട്ടി കാണിക്കുന്ന വാശി ഒക്കെ ഇപ്പം ഉണ്ട്. അപ്പോൾ അവൾ അവിടെ നിന്നിട്ട് എൻ്റെ പാര ഞാൻ തന്നെ എടുത്തു വെച്ച് വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ അമ്മയുടെ സകല സ്വഭാവം മഞ്ജു വാര്യർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് എന്തായാലും നന്നായി, കുറച്ചും കൂടെ ഒക്കെ മാറ്റം വരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിപ്പോ കണ്ടില്ലേ SLC-യുടെ കാര്യമൊക്കെ അതിനകത്ത് പഠിച്ച് പാസ്സാണുണ്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു നീ അവിടെ നിന്ന് ബാംഗ്ലൂരിൽ ഞാൻ പഠിക്കാൻ വിട്ടേക്കാണ്, BSc ഫാഷൻ ഡിസൈനിങ് ആണ്, നീ പഠിച്ച് പാസ്സായില്ലെങ്കിൽ ഞാൻ എന്തായാലും പോകും, അതിന് ഉറപ്പാണ്. ഞാൻ പഠിക്കാതെ തന്നെ നല്ലൊരു ഫാഷൻ ഡിസൈനർ ആവും, നോക്കിക്കോ. എനിക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ സാരിയൊക്കെ ഞാൻ തന്നെ ഡിസൈൻ ചെയ്യണേ, പിന്നെ ചുരിദാർ, അങ്ങനെയുള്ള മിക്ക കാര്യങ്ങളും ഞാൻ സ്വയം ഡിസൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ചെറിയൊരു കഴിവുണ്ട്, നീ പഠിച്ച് പാസ്സായില്ലെങ്കിൽ ചിന്നു ഉറപ്പായിട്ട് ഞാൻ പഠിക്കാനൊന്നും പറയില്ലാന്ന് അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ നിന്നേക്കാളും വലിയൊരു ഫാഷൻ ഡിസൈനർ ആവുക എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ലക്ഷ്യം. ഞാൻ ശ്രമിക്കുന്നുണ്ട്, കുറച്ചൊക്കെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ച് തുണിയൊക്കെ വാങ്ങാനുണ്ട് ചിന്നു എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കുശുമ്പോഴോ നോക്കുക തന്നെ. നന്നാവുക, ഭയങ്കര കുശുമ്പാ ഇപ്പം എന്നോട്, സത്യം ഭയങ്കര കുശുമ്പാണ്. ഞാൻ പറഞ്ഞിട്ട് ഒരു ഇങ്ങനെയൊക്കെ നോക്കണം, ഞാൻ ഇങ്ങനെയൊക്കെ നോക്കണം ചില സമയത്ത്. വല്ലതും വെട്ടി വല്ലതൊക്കെ ഉണ്ട് ഡ്രസ്സൊക്കെ ഞാൻ നിനക്ക് പറ്റിയ ഡ്രസ്സ് ഞാൻ അവിടെ ഡിസൈൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ഇടയ്ക്ക് വിളിച്ചു പറയേ. ചിലതൊക്കെ എടുത്ത് ഞാൻ ഫോട്ടോയൊക്കെ എടുത്ത് അയച്ചു കൊടുക്കും, ഞാനിപ്പോൾ ഡിസൈൻ ചെയ്തതാന്നൊക്കെ പറയാം. അപ്പം ആണോ അങ്ങനെ ഒരു കൺഫ്യൂഷനിലേക്ക് മൂത്താള് ഇപ്പോൾ PG കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞു. ഇപ്പം കഴിഞ്ഞ ജനുവരി 19 മാരേജ് കഴിഞ്ഞു. അമ്മ ഏതാ മകളേതാന്നൊക്കെ ഞാൻ ചോദിക്കേണ്ടി വരും. അമ്മ നിത്യ യൗവനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതാ എനിക്ക് തോന്നില്ല കേട്ടോ. പക്ഷേ ഇനിയിപ്പോ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. അതിനകത്ത് ഏറ്റവും വലിയൊരു സ്ത്രീകൾക്ക് പറ്റുന്ന ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ അമ്മയാണെന്നുള്ള ഒരു ഭാരം ഏറ്റെടുക്കുമ്പോഴായിരിക്കും നമുക്ക് പ്രായം തോന്നുന്നത്. അത് എന്തായാലും തോന്നാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു ചിന്ത വേണ്ട, പ്രാരാബ്ദം എല്ലാം കൂടെ തലയിലെടുത്തിട്ട് മനുഷ്യനെ ടെൻഷൻ ഉണ്ടാവാറില്ലേ, കുട്ടി പഠിച്ചില്ലേ ടെൻഷൻ ഉണ്ടാവും. ഉറപ്പല്ലേ, ഞാൻ നാഴിക 10 പ്രാവശ്യം ഞാൻ ബുക്ക് എടുത്ത് മുമ്പ് കൊണ്ടുവച്ചിട്ട് പഠിക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പൊ നമ്മൾ അത്ര സ്ട്രെയിൻ എടുക്കണല്ലേ, നമ്മളെ എനർജി പോകണല്ലേ, എനിക്ക് എടുക്കാൻ നമ്മളെ ഞരമ്പുകൾ പേശികളൊക്കെ വലിഞ്ഞു മുറുകണല്ലേ. ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ്, എന്തിനാ നെഗറ്റീവിലേക്ക് തന്നെ പോകണേ, ഇതിലേക്ക് കൂടി പോയിക്കൂടെ. ഇത് ഉപദേശിക്കാനും എനിക്കറിയാം, എനിക്ക് സ്വയം അറിയാം.
ഇത് വഴിയില്ലല്ലോ അല്ലേ? ആഹാരം കഴിക്കാം. എന്താ വെളുത്തിരിക്കണേ? അതാ വെളുത്ത ചപ്പാത്തി എന്നെ പോലെ. ഗ്ലാമർ കൂടിയ ചപ്പാത്തി. വെളുത്താളുണ്ടാക്കിണ്ടാണോ? അതല്ല, ഗ്ലാമർ കൂടിയ ചപ്പാത്തി. മഷ്റൂം ആണോ? മഷ്റൂം എനിക്ക് മീൻ കൊടുക്കാറുതല്ലേ? പക്ഷെ ഇതൊരു ഒരു ഫിഷ് കറിയുടെ ഒരു ഇത് കാണുമ്പോ അല്ലേ? കഴിക്കുമ്പോ മഷ്റൂമേ കിട്ടുള്ളൂ. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ആയത്. എനിക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ആയത് മീൻസ് ഞാൻ കാര്യമായിട്ട് പറഞ്ഞ ചില കറികളോട് നമുക്കൊരു ചില ടേസ്റ്റിനോട് നമുക്ക് ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ടേസ്റ്റാണ് പറഞ്ഞത്. താങ്ക് യു. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. പിന്നെന്താ, ഉറപ്പായിട്ടും പറഞ്ഞത്. ഇതുപോലെ എളുപ്പമുള്ള ഒരു കറി ലോകത്ത് വേറെ ഒന്നും കാണത്തില്ല. തേങ്ങ അരച്ചോ? മാങ്ങ കിട്ടോ? മാങ്ങയാ? അല്ല, ഒരു ചെറിയ പുളി പോലെയൊക്കെ തോന്നില്ല. നമ്മുടെ പുളി പിഴിഞ്ഞൊഴിക്കും. നമ്മുടെ ഈ വാളംപുളിയില്ലേ സാമ്പാറിലൊക്കെ ഒഴിക്കുന്ന നമ്മള് മീൻകറി വെക്കുന്ന പോലെയാണോ വെച്ചിരിക്കണത്? അല്ല അല്ല, ഡിഫറെന്റ് ആണ്. കുറച്ച് എന്നാ ഉലുവയൊക്കെ ചേർന്നിട്ടുണ്ട്. നിഷ അത്യാവശ്യം പാചകം ചെയ്യുന്ന ഒരു വ്യക്തിയാന്ന് നല്ലതായിട്ട് അറിയാമേ. അങ്ങനെ അത്യാവശ്യം അല്ല, നല്ലൊരു പാചകക്കാരിയാന്നറിയാം. ഇല്ല, അങ്ങനെയല്ല. അത്യാവശ്യം നമ്മള് ഒരു വീട്ടിൽ വേണ്ടതൊക്കെ എനിക്കറിയാം. അല്ലാണ്ട് വലിയ സംഭവമൊക്കെ ഉണ്ടാക്കാൻ പിള്ളേർക്കൊക്കെ എന്നാ ഇഷ്ടം? അവർക്ക് കൂടുതൽ ഇഷ്ടം അവർക്ക് സാമ്പാറൊക്കെ തന്നെയാണ്. അല്ല, കഴിക്കും. അവർക്ക് എപ്പോ പറഞ്ഞാലും സാമ്പാർ ഉണ്ടാക്കും സാമ്പാറിന് ഭയങ്കര ടേസ്റ്റ്. അതുകൊണ്ടല്ല, അവർക്ക് എന്തോ സാമ്പാറിനോട് ഭയങ്കര വീക്ക്നെസ്സാ. ഞാൻ ഇവരെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോഴും ഞാൻ കൂടുതലും വെജിറ്റേറിയനാണ് കഴിച്ചിട്ടുള്ളത്. കഴിക്കാൻ പറ്റില്ലായിരുന്നു നോൺ വെജ്. അതുകൊണ്ടാണ് എന്തോ ഈ കുട്ടികൾക്ക് സാമ്പാർ എപ്പോഴും സാമ്പാർ കഴിക്കും. അങ്ങനെ വെച്ചാൽ നമ്മളിപ്പോ ഇന്ന് കൊടുത്തു, നാളെ കൊടുത്താൽ പറയും വേണ്ടാന്ന് പറയും. ഫിഷിനോട് അത്ര വലിയ അരിപ്പം. എന്നാൽ ഇഷ്ടമുണ്ട്. ഇഷ്ടമുള്ള 1-2 സാധനങ്ങളുണ്ട്. വലിയ സംഭവങ്ങളൊക്കെ ഇഷ്ടമുള്ളൂ. കൂന്തല്, ഞണ്ട്, ചെമ്മീൻ, പിന്നെ കക്ക, ഇതൊക്കെയുള്ള ഈ 4 സാധനത്തോടെ ഇഷ്ടമുള്ളൂ അവർക്ക്. വലിയ മീൻ അങ്ങനത്തെ. പിന്നെ ഇഷ്ടമുണ്ട് ചൂര. ഞാൻ കറി വെക്കണ ചൂര ഇഷ്ടമാണ്. വേറെ ആരെങ്കിലും കറി വെച്ചാൽ ഇഷ്ടമില്ല. അതെന്താ സ്പെഷ്യല്? അതെന്തോ എനിക്കറിയില്ല. സ്വന്തം അമ്മമാരോട് എല്ലാ മക്കൾക്കും ഉണ്ടാവുമല്ലോ അമ്മ ഉണ്ടാക്കുന്ന കറി എന്നാണ്. അപ്പൊ ആ അമ്മ ഉണ്ടാക്കുന്ന ചുരക്കറി. ഈ പാചകത്തിന് അങ്ങോട്ട് ഒരു സമ്മാനം കിട്ടിയിട്ടില്ല. അത് എന്നതായിരുന്നു ചെയ്തേ? അത് നമ്മള് കൊറേ സാധനങ്ങൾ ഉണ്ടാക്കിയല്ലോ. കൊറേ എപ്പിസോഡുകളായിരുന്നു. ഫസ്റ്റ് കിട്ടി. എന്താണ്, ഫസ്റ്റ് അബദ്ധത്തിൽ കിട്ടിപ്പോയതാണ് മാഷെ. സത്യം എനിക്കറിയില്ല. കറികൾ ഒരുപാടുണ്ട് അതിനകത്ത്. ഒരുപാട് കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ചൈനീസ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ചിക്കൻ ഒരുപാടുണ്ട്. പിന്നെ ഫൈനൽ വരെ എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. ഫൈനലിൽ നമുക്ക് എല്ലാവർക്കും ഒരേ സംഭവം കൊടുത്തു. എന്താ ചെയ്തത്? റെസിപ്പി തന്നു അവര്. ഫൈനലിൽ മദർ റെസിപ്പി തന്നു. എന്നിട്ട് ഗുലാബ് ജാമുൻ, പിന്നെ ഒരു നമ്മള് ഇതില്ലേ കുക്കീസ്. അതൊരു ഡിഫറെൻറ്റ് കുക്കീസാണ്. സാധാരണ കുക്കീസ് എല്ലാം ഇങ്ങനെ റൗണ്ടിൽ ഒറ്റ നിരപ്പിലല്ലേ ഇരിക്കണം. ഇതങ്ങനെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ താഴെ ഇങ്ങനെ പരന്നിരിക്കും, പക്ഷെ മുകളിൽ പപ്പടം പോലെ ഇങ്ങനെ പൊങ്ങി വരും. അങ്ങനത്തെ ഒരു പേര് മറന്നിട്ടാണ്ടോ ഞാൻ പേര് പറഞ്ഞത്. ഇങ്ങനെ പൊങ്ങി വരും. അത് വരണമെങ്കിൽ അതിൻ്റെ കൂട്ട് കറക്റ്റ് ആയിരിക്കണം. കൂട്ട് കറക്റ്റ് ആയാൽ മാത്രമേ അത് ഇങ്ങനെ പൊങ്ങി വരുള്ളൂ. എന്നിട്ട് അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ക്രീം ഫില്ല് ചെയ്യും. അത് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ക്രീം ഫില്ല് ചെയ്യും. അങ്ങനത്തെ ഒരു കുക്കീസായിരുന്നു അത്. ആ കൂട്ട് കറക്റ്റാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവർക്കും ഒരേ സംഭവം കൊടുത്തത്. അതെനിക്ക് കറക്റ്റായി വന്നു. അതുവരെ എത്താൻ കുറേ പാടുപെട്ടു കേട്ടോ. 6 പേരെ അതുവരെ എത്തിയുള്ളൂ. 5 പേരായിട്ട് അതുവരെ എത്തിയുള്ളൂ. ആ 5-6 പേര് ഫൈനൽ. നമുക്ക് ഈ റേഷ്യോ തരും അവര് എന്തൊക്കെ ചേർക്കണം എന്നുള്ളതും? എല്ലാം തരും. എല്ലാം ഇതിന് മാത്രം, ഈ ഫൈനലിന് മാത്രം എല്ലാം എഴുതിയിട്ടുണ്ട്. നമുക്ക് കംപ്ലീറ്റ് റെസിപ്പി തന്നിട്ടുണ്ട്. അത് എഴുതുന്ന എല്ലാം ഉണ്ട്. അത് അവർ തന്നതിന്റെ ഉദ്ദേശം എന്നറിയാമോ? അത് കറക്റ്റ് ആയാൽ മാത്രമേ നമ്മൾ അളവുകൾ ഉണ്ടല്ലോ, എല്ലാ അളവും നമുക്ക് ആ സ്പൂണിന്റെ അളവൊക്കെ ഉണ്ടല്ലോ, അറിയാലോ. ഞാൻ പറയാണ്ട് തന്നെ അറിയാവുന്ന ആളാണല്ലോ. ആ സ്പൂണിന്റെ അളവ് എല്ലാം കറക്റ്റ് ആയിരിക്കും. നമ്മൾ ഇടുന്ന പൗഡർ, ക്രീം, അതുപോലെ പാല്, ബട്ടർ, ഇതെല്ലാം കറക്റ്റായാൽ മാത്രമേ അത് പൊങ്ങി വരുള്ളൂ. അത് അവർക്ക് മറ്റേ ലക്ഷ്മി നായർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് നമ്മളെ കൊണ്ട് അത് ചെയ്യിച്ചതാണ്. പക്ഷെ അതെന്തോ ആ സമയത്ത് കറക്റ്റായത് തന്നെയാണ്. അപ്പം അങ്ങനെ കിട്ടിയതാണ്.
ലക്കാണ്. കുക്കീസ് എന്തായാലും ഒന്ന് അന്ന് പറഞ്ഞ് വീട്ടിൽ തരണേ. എനിക്ക് എന്തായാലും എന്റെ വീട്ടിൽ 3 പിള്ളേരുണ്ട്, അവർക്ക് കുക്കീസും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്റെ പിള്ളേരെ മാത്രം സ്വാർത്ഥത ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ പ്രേക്ഷകരുടെ വീട്ടമ്മമാർക്ക് ഇഷ്ടംപോലെ മക്കളുള്ള അമ്മമാരുണ്ട്, അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. പറഞ്ഞു തരണേ റെസിപ്പി. അത് വീട്ടിലിരിക്കേണ്ട അതിന്റെ റെസിപ്പി അയച്ചുതരാം, തീർച്ചയായിട്ടും അയച്ചുതരാം. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. കഴിക്കാൻ കിട്ടിയില്ല എന്നുള്ളതാ, കുറച്ചേ കിട്ടി. വിപ്പിംഗ് ക്രീം ആയിരിക്കും ഫില്ല് ചെയ്യുന്നത്? അല്ലല്ല, ആ ക്രീം അല്ല. നമ്മൾ വേറെ ബട്ടറും ഷുഗറും ഒക്കെ വെച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന വേറൊരു ക്രീം നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതും എല്ലാം ഉണ്ടായിരുന്നു അതില്, എല്ലാം എനിക്ക് തന്നേ പറ്റത്തോളെ. എന്തായാലും ഞങ്ങൾ ഇവിടെ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അത് ആ കുക്കീസ് ഞാൻ ഇതുവരെ അവിടെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ പിന്നെ നമുക്ക് എന്തായാലും ഉണ്ടാക്കാം. ആനീസ് കിച്ചണിൽ എല്ലാം റെയർ ഡിഷസ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ പിന്നെ എന്തായാലും ഞങ്ങൾക്ക് അത് കിട്ടിയേ പറ്റും. പിന്നെ ബിരിയാണി ക്രാബ് ഉണ്ടാക്കിയത്, ക്രാബ് ബിരിയാണി. ഓക്കെ. അങ്ങനെ എല്ലാം ഞാൻ ഡിഫറെന്റ് സംഭവങ്ങൾ അതിനകത്ത് ഞാൻ പരീക്ഷിച്ചു മൊത്തം. എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മോള് ചോദിക്കും വല്ലതും പഠിച്ചിട്ട്. എനിക്ക് അങ്ങനെയുള്ളതൊന്നും അറിയില്ല. ബിരിയാണി നമ്മള് ഇറങ്ങുമ്പോൾ ചോദിക്കും വല്ലതും പഠിച്ചിട്ടുണ്ടോ? ഓ അവിടെ ഭവാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരുമെന്നേ. ഇതിപ്പോ ഈശ്വരനിലുള്ള ഒരു കോൺഫിഡൻസ്. സത്യം, ഞാനും അത്രയുമേ ഉള്ളൂ. എനിക്ക് ശരിക്കും എൻ്റെ ബാബ തരുന്ന ഒരു ധൈര്യം മാത്രമേ എനിക്കുള്ളൂ. ഈശ്വരൻ തരുന്ന ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടെ വന്ന് നിൽക്കുമ്പോഴും നമ്മൾ പാചകം ചെയ്യുമ്പോഴും ഒരേ ഒരു ടേസ്റ്റ് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഇന്ന് ചെയ്യുന്ന ഒന്നായിരിക്കത്തില്ല. നാളെ വിചാരിച്ചിരുന്നോ ഇങ്ങനെ ഇത്രയും കുക്ക് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിരുന്നോ? ഞാൻ ഒരു കാര്യം പറയാൻ ഇഷ്ടം, ടു ബി ഫ്രാങ്ക്, എനിക്ക് കുഞ്ഞുനാൾ മുതലേ എനിക്ക് ഈ പാചകത്തോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. വീട്ടിലെല്ലാത്തിലും ഞാനൊരു ബൈസ്റ്റാൻഡറായിട്ട് ഇങ്ങനെ എത്തിച്ചെന്ന് നോക്കലും അതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ആരും ഈ കുഞ്ഞായതുകൊണ്ട് ആരും അടുപ്പിക്കുകയല്ലായിരുന്നു അടുപ്പിൻ്റെ അടുക്കലോട്ടൊന്നും. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച ഏട്ടനാണ്. പല ബുക്സ് വായിച്ചിട്ടുണ്ട്. ഒരു ബിരിയാണിയുടെ കാര്യം എഴുതിയിട്ട് ഒരു ഭയങ്കര ടേസ്റ്റ് ആണെന്ന് ബിരിയാണിക്ക്. എനിക്കിഷ്ടമാണ്. അപ്പൊ ഏട്ടനാണ് എന്നെ ഏറ്റവും കൂടുതൽ പാചകം പഠിപ്പിച്ചത്. എനിക്ക് എൻ്റെ ആ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട്. പുള്ളിക്കാരൻ പാചകം ചെയ്യോ? അപ്പോ പാചകമായിട്ടല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം ഏട്ടൻ ചെയ്യും. അത് ആ കാഴ്ച ഞാൻ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കി കൊടുത്ത് തിരിച്ച് കഴിപ്പിക്കുക, അല്ലാതെ ഒന്നുമല്ല. പക്ഷെ എന്നെ ഭയങ്കരമായിട്ട് ഏട്ടൻ എൻകറേജ് ചെയ്തിട്ടുണ്ട്. പല ഡിഷസ് ബുക്സ് വാങ്ങിച്ചു തന്നിട്ടും അത് വായിച്ച് അതിനെപ്പറ്റി മനസ്സിലാക്കി വീട്ടിൽ ട്രൈ ചെയ്യാനും ഒക്കെ ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ആ ഒരു ഇഷ്ടം എന്നെ ഏറ്റവും കൂടുതൽ ഈ നിലയിൽ എത്തിച്ച എൻ്റെ ഏട്ടനാണ്. അല്ല, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ നമ്മളെ കഴിവ് എന്താണോ അത് കണ്ടെത്തി നമ്മളെ പ്രോത്സാഹിപ്പിച്ച് നമ്മളെ വളർത്തുന്ന ആളാണ് ഏറ്റവും നല്ല ജീവിത പങ്കാളി. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ കഴിവുകൾ മനസ്സിലാക്കി നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഏറ്റവും നല്ലൊരു ഭർത്താവിനെ കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും നല്ല ഭാര്യമാരിൽ ഒരാളാണ്. അത്രേ ഉള്ളൂ. ഈശ്വരൻ അനുഗ്രഹമല്ലേ. എല്ലാവരും ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളെല്ലാ വിശേഷം ചോദിച്ചു. പിള്ളേരുടെ പേര് പറഞ്ഞു. മൂത്ത ആളുടെ പേര് രേവതി. ഇളയാള് അല്ലല്ല, അത് ഞാൻ ചിഞ്ചു. ഇളയാളുടെ പേര് രേവിത. രേവതി ആൻഡ് രേവിത. രേവിത ഒരു റെയർ പേരാണല്ലോ. റൈമിംഗ് ആക്കിയതാണോ? അല്ലല്ല, മൂത്ത ആളുടെ പേര് രേവതി എന്ന് ഇടാൻ നക്ഷത്ര രേവതിയായിരുന്നു. അപ്പോൾ രേവതി എന്ന് അച്ഛൻ പറഞ്ഞ രേവതി എന്ന് ഇട്ടാൽ മതി. ഓക്കെ, എനിക്കിഷ്ടമില്ലായിരുന്നു ആ പേരെല്ലാം. വേറെ എന്തെങ്കിലും പുതിയ പേരൊക്കെ ഇടാനായിരുന്നു ഇഷ്ടം. അപ്പം അച്ഛൻ പറഞ്ഞതുകൊണ്ട് അതിട്ടു, എൻ്റെ അച്ഛൻ. അങ്ങനെ രണ്ടാമത് കുട്ടി ജനിച്ചപ്പോൾ ആ കുട്ടിയുടെ നക്ഷത്രവും രേവതി തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് ചേരുന്ന ഒരു പേര് വേണമല്ലോ. അങ്ങനെ ഞാൻ ആ രേവതിയുടെ വള്ളി അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് അങ്ങനെ ഒരു പേര് കിട്ടി, രേവിത. ഇന്നും പരാതി തീർന്നിട്ടില്ല അവളുടെ. അവള് പറയും എവിടെ ചെന്ന് വെച്ചാൽ എൻ്റെ പേര് ഒരു 3-4 പ്രാവശ്യം പറഞ്ഞാലേ അവർ കറക്റ്റായിട്ട് എഴുതുള്ളൂ എന്ന്. അതായിരിക്കാം, പക്ഷെ നല്ല പേര്, റെയർ പേര്. അതിന് അമ്മയോട് പരിഭവം പറയേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇതിപ്പോ കേട്ടപ്പോ തന്നെ ഭയങ്കര ഒരു അതിശയം തോന്നി. എവിടെ ഉണ്ട് ഇങ്ങനത്തെ ഒരു പേര്? എല്ലാ കുട്ടികൾക്കും റെയർ പേര് കിട്ടാനാണ് സന്തോഷം. പേര് മാറ്റാൻ എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കണം. അടിവായിക്കും, അത് മാറ്റാനേ പാടില്ല. നല്ല പേര് കേട്ടോ. അതിന് നിഷ ശരിക്കും അതിന് ഒരു സമ്മതവും കൊടുക്കല്ലേ മാറ്റാൻ വേണ്ടിയിട്ട്? ഇല്ല, ഞാൻ സമ്മതിക്കില്ല, ഞാൻ ഇട്ടല്ലേ. മാത്രല്ല ഞാൻ കണ്ടു എത്ര ദിവസങ്ങളെടുത്തെന്നറിയാമോ ആ ഒരു പേര് കണ്ടുപിടിക്കാൻ. നമ്മള് പ്രസവിച്ചെടുക്കുമ്പോ വായിക്കാനും എഴുതാനൊന്നും പാടില്ല. സൂചി കോർക്കാൻ പാടില്ല, വായിക്കാൻ പാടില്ല.
പക്ഷെ എന്നിട്ടും ഞാൻ അമ്മ കാണാതെ ഒക്കെ എടുത്തിട്ട് കണ്ടുപിടിച്ചതാ. അപ്പൊ അത് മാറ്റാന്ന് വെച്ചാൽ ഭയങ്കര സങ്കടം. അത് ചെയ്യാൻ പാടില്ലെന്നുണ്ട് ചെയ്തതും കൂടിയാ. അപ്പൊ പിന്നെ മാറ്റണ്ട. ഞാൻ പറയുന്നത് ഇപ്പൊ ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിക്കണല്ലേ, റയർ പേരാണ്, പക്ഷെ നാളെ ഈ പേര് വലിയ ചരിത്രമായാലോ പറയാൻ പറ്റില്ല. സിഗ്നേച്ചർ ഇസ് സംതിങ് ഡിഫറെന്റ്. രവിത ചന്ദ്രൻ, മറ്റേ മൂത്തത് രവതി ചന്ദ്രൻ, ഇളയത് രവിത ചന്ദ്രൻ. അപ്പൊ ഞാൻ പറയും നാളെ ചിലപ്പോ ഈ പേര് എന്തെങ്കിലും ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയാം. തൻ്റെ വാക്കൊക്കെ ഇപ്പൊ ഞാൻ വിശ്വസിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ. ഫോൺ വിളിക്കുമ്പോൾ ചോദിക്കണം എന്താടി, എന്നോടാ ചോദിക്കണേ. സാധാരണ മക്കളോടും അമ്മമാരല്ലേ ചോദിക്കണേ, ഞാൻ ഇടീന്ന് വിളിക്കലില്ല, മക്കളെ ഇടീന്ന് വിളിക്കലില്ല. അപ്പൊ അവൾ നേരെ തിരിച്ച് എന്നോട് പറയാം എന്താടി കാര്യം, എന്താടി വിശേഷം? ഒന്നും ഇല്ലെന്നേ, എന്തെടുക്കണമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ആ ഇടിയിലൊരു ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര സ്നേഹം. എടി ഞാനിപ്പോഴേ ഭക്ഷണം കഴിച്ചതേ ഉള്ളൂ. ഭയങ്കര ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട്. അല്ല, അവള് എന്നോട് പറയണത് എങ്ങനെ, എടി ഞാൻ എടീന്ന് വിളിക്കില്ല. അല്ല മനസ്സിലായി, ബട്ട് സ്റ്റിൽ അതൊരു ക്ലോസ് ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ അപ്പൊ എനിക്ക് പക്ഷെ അത് അവൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ എനിക്ക് തോന്നുന്നു അവൾക്ക് എന്തോ ടെൻഷൻ ഇടുന്നു വിചാരിക്കും. അപ്പൊ അങ്ങനെ പറയുമ്പോ എനിക്ക് ഹാപ്പി, ആള് ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. നിഷയുടെ ഒരുപാട് വിശേഷങ്ങൾ കേട്ടു. അതിനകത്ത് കുറച്ച് ടിപ്സ് ഉണ്ട്. പക്ഷെ ഒരു ടിപ്പ് ഞാൻ എന്തായാലും ഏറ്റെടുക്കും, അതെൻ്റെ വീട്ടമ്മമാരും കൂടെ ഏറ്റെടുത്തോ. കാര്യം അമ്മ ആയി എന്നുള്ള ഒരു എന്നാ പറയാ, ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ടെൻസ്ഡ് ആവും. അയ്യോ മോൻ എന്തായി, അതെന്തായി, ഇതെന്തായി. ഇപ്പം നിഷ പറഞ്ഞ പോലെ ആ ഒരു ടെൻഷൻ അമ്മയായി എന്നല്ല, ബട്ട് അവരെല്ലാവരും നമ്മുടെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് എടുക്കുമ്പോൾ ഒരു കുറച്ചും കൂടെ ഒരു ഈസി ഗോ ആയിട്ട് എല്ലാ കാര്യങ്ങളും എടുക്കാൻ പറ്റും. പിന്നെ നിഷ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാ വീട്ടമ്മമാർക്കും എല്ലാം അറിയാം, പക്ഷെ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ടെൻഷൻ. അപ്പം നിഷ പറഞ്ഞ ഒരു പോയിന്റ് കറക്റ്റാണ്, നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവിലേക്ക് നമുക്ക് നാളെ ഒരു പോസിറ്റീവ് കിട്ടും എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓൾവേസ് നമ്മൾ പോസിറ്റീവ് ആയിരിക്കും.